വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ജൂൺ മാസം 2026 23 ദൈവത്തിൽ ആശ്രയിച്ച് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ മരിച്ചാൽ എവിടെ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള പഠന പരമ്പരയുടെ 6ാമത്തെ ക്ലാസ്സിലേക്കുന്ന എല്ലാവരെയും കർത്തനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ പൊതുവായിട്ടുള്ള ചില വിഷയങ്ങളെ എടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇനിയും സംശയങ്ങൾ ഒരുപാടുണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം നാം അത് കേൾക്കുമ്പോഴാണ് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പിന്നീട് ആ സംശയങ്ങളൊക്കെ ചെറിയ 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റുള്ള ചില വിഷയങ്ങളായിട്ടെടുത്ത് അത് ക്ലിയർ ചെയ്യാം. സാത്താൻ, ദുഷ്ടദൂതന്മാർ, ഭൂതാത്മാക്കൾ എന്നുള്ള വിഷയം എന്താണ്, എങ്ങനെയാണ് സാത്താൻ ഉണ്ടായത്, സാത്താൻ എന്താണ്, ദുഷ്ടദൂതന്മാർ എങ്ങനെയുണ്ടായി, ഭൂതാത്മാക്കൾ എന്താണ്, അവിടെയൊക്കെ അവസാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ മെസ്സേജുകൾ, അത് സംബന്ധമായ ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചെറിയ മെസ്സേജുകളായിട്ട് ഇടാനാണ് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വലിയ മെസ്സേജുകൾ പലരും കേൾക്കാൻ താല്പര്യപ്പെടാറില്ല. കാരണം അവർക്കെല്ലാവർക്കും വേണ്ടത് പെട്ടെന്ന് വേഗത്തിൽ എല്ലാം കിട്ടണമെന്നുള്ള ചിന്താഗതിക്കാണ്. 1.25 മണിക്കൂറൊക്കെ ഇരുന്ന് മെസ്സേജ് കേൾക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ പഠിക്കാൻ താല്പര്യമായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഓടിച്ചു വിടാതെ കാര്യങ്ങളെ പഠിപ്പിക്കുകയും സംശയങ്ങളെല്ലാം ചെറിയ ആ വിഷയത്തോട് മാത്രം ബന്ധപ്പെട്ട് നമ്മൾ സംശയ നിവാരണത്തിനുള്ള ക്ലാസ്സുകളാക്കി എടുക്കാനും താല്പര്യം. നിങ്ങളുടെ ചോദ്യങ്ങൾ അങ്ങനെ അയക്കണം. അത് അയച്ചു കഴിഞ്ഞാൽ അതിന് സംബന്ധമായിട്ടുള്ള ഓരോ വിഷയങ്ങൾ നമ്മൾ ചെറിയ മെസ്സേജുകളായിട്ട് ഇടുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. കഥ നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് മനുഷ്യൻ മരിച്ചാൽ എവിടെയാണെന്നുള്ളത് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. കഥയോ ഊഹാപോഹങ്ങളോ അല്ല, വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെല്ലാം കാരണബോധനായിരിക്കുന്ന യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന വചനങ്ങളുള്ള ബന്ധത്തിൽ അത് വചനപരമായിട്ട് നമുക്കത് തെളിയിപ്പാനും കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അപ്പം നാം ചിന്തിച്ചു വെച്ചിരിക്കുന്നതിനേക്കാൾ ആഴമേറിയ കാര്യങ്ങളെ ദൈവാത്മാവ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോ ദിവസം ചെല്ലുന്നതോറും അതിൻ്റെ ചുരുളുകളെ ദൈവം വെളിപ്പെടുത്തുകയും നമുക്കത് മനസ്സിലാകത്തക്കവണ്ണം പറഞ്ഞു തരികയും പരിശുദ്ധന്മാർ നമ്മെ ഓർപ്പിക്കുകയും ചെയ്യുന്നതിനായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 8 മരണാനന്തരങ്ങളെ കുറിച്ചുള്ളതിൽ നമുക്കറിയാം. 8 മരണാനന്തരങ്ങൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ വേഗത്തിൽ പറയാൻ പഠിച്ചിരിക്കണം. ഒന്ന്, മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നു പുരാതന ലോകത്തിലെ മരണാനന്തരങ്ങൾ. അത് മീതെയുള്ള പാതാളവും അധമ പാതാളവും നരകവുമായിരുന്നു. പുരാതന കാലത്തെ 3 മരണാനന്തരങ്ങൾ. അപ്പോൾ 8 3 നമ്മൾക്ക് വേഗത്തിൽ പറയാൻ സാധിക്കും. ലോകാരംഭം മുതൽ ക്രിസ്തുയേശുവിൻ്റെ ക്രൂശ് മരണം വരെ, മനുഷ്യപാപത്തിന് പരിഹാരം നടക്കുന്ന വരെയുള്ള മരണാനന്തരങ്ങളായിരുന്നു മീതെയുള്ള പാതാളം, അധമ പാതാളം, അതുപോലെ തന്നെ നരകം, മരണമാകുന്ന നരകം. അപ്പം അത് 3 ഇപ്പോഴത്തെ കാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇപ്പോൾ ഇന്ന് 2000 വർഷം മുമ്പ് കർത്താവ് മനുഷ്യപാപത്തിന് പരിഹാരം വരുത്തിയ ശേഷമായി ഇപ്പോൾ നമ്മൾ പറയുന്നത് മീതെയുള്ള പാതാളത്തിൽ ആരുമില്ല എന്നുള്ളത് നമ്മൾ പറയുന്നു. ഇപ്പം മീതെയുള്ള പാതാളം ശൂന്യമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്കങ്ങ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ പഠിപ്പിക്കുകയാണ് മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നവർ എന്നുള്ളത്. മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നവർ എന്നുള്ള ഒരു ഭൂതകാല സംഭവത്തിലുള്ള ബന്ധത്തിലാണ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് പ്രസന്റ് കാലത്തുള്ള ബന്ധത്തിലല്ല, വർത്തമാന കാലത്തുള്ള ബന്ധത്തിലല്ല. ഈ മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നതിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നവർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ടായിരിക്കുന്നവർ എന്നല്ല, ഉണ്ടായിരുന്നവർ. അപ്പൊ മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നവർ ലോകാരംഭം മുതൽ കുഞ്ഞാടാം യേശുവിന്റെ പാപപരിഹാരത്തിന്റെ രക്തം ചൊരിയുന്നത് വരെ ഉള്ള മരണാനന്തരയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മൾ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ പഠിപ്പിക്കുമ്പോൾ, അത് വചനാടിസ്ഥാനത്തിൽ മീതെയുള്ള പാതാളത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ ഒരു ചോദ്യം വരും: എന്തുകൊണ്ട് അതിപ്പോൾ ഇല്ല? അതിനെന്താണ് തെളിവ്?
ഇപ്പം അത് അങ്ങനെ ചോദ്യങ്ങൾ വേണം, ആവശ്യമാണ്. അപ്പം ആര് പറഞ്ഞാലും പഠിപ്പിച്ചാലും അതെല്ലാം നമ്മളങ്ങ് അംഗീകരിക്കല്ല ചെയ്യേണ്ടത്. അതിന് അതിനെ നമ്മൾ സ്ഥാപിക്കണം. ഇപ്പം ഈ വെറുതെ കുറെ പറഞ്ഞിട്ട് പോവുകയല്ല. അത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളവരെ അവർ സ്ഥാപിക്കുന്നില്ലെന്നാണ് പൗരസ്വ പറഞ്ഞിരിക്കുന്നത്. വെറുതെ തർക്കിച്ചു വാദിച്ചു കുറച്ച് പറഞ്ഞു അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് സ്ഥാപിക്കണം, ഇന്നതാണ് ഇങ്ങനെയാണ് എന്നുള്ളത് സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ അതൊരു പഠനമാകുകയുള്ളൂ. അത് യഥാർത്ഥത്തിലുള്ള വിശ്വസനീയമായിരിക്കും അംഗീകരിക്കത്തക്കതായിട്ടുള്ള ആകാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ പറയുന്ന മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നവർ ആയിരുന്നു. അത് നമ്മൾ പറയുന്നത് ലോകാരം. അതിന് മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം 8 മരണാന്തരങ്ങളിലെ ആദ്യത്തെ മരണാന്തര നിര ഏത് എന്ന് ചോദിച്ചാൽ മീതെയുള്ള പാതാളത്തിലായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇപ്പം ഞങ്ങൾ ചോദിക്കും, പാതാളം ഉണ്ടായിരുന്നല്ലോ, അതോ പാതാളം ഉണ്ടായിരുന്നല്ലോ, നരകം ഉണ്ടായിരുന്നല്ലോ. അപ്പം നരകത്തിലുള്ളതാണോ? അല്ല. ഇവിടുന്ന് ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഈ കർത്താവിൻ്റെ മരണത്തിൻ്റെ മരണം, അവൻ കുരിശിൽ മരിക്കുന്നവരെയും നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ ദൈവം നരകത്തിലാക്കി ബന്ധിച്ചിട്ടിരുന്നില്ല. ഇപ്പോൾ മനുഷ്യൻ അയക്കുന്ന ആദമും ഹവ്വയും അവർ ആത്മാവിൽ മരിച്ചു. നല്ല ജഡമരത്തിൽ മരണത്തിൽ ആദ്യമായി മരിച്ചത് ഹാബേലാണ്. അപ്പോൾ ഹാബേലിൻ്റെ ആത്മാവാണ് ആദ്യമായി യാത്ര ചെയ്തത്, അല്ലെങ്കിൽ മരണാനന്തരങ്ങളിലേക്ക് ആദ്യം പോയത് ഹാബേലാണ്. ഹാബേലിൻ്റെ ആത്മാവാണ്, ഹാബേലാണ്. അപ്പോൾ ഹാബേലിൻ്റെ ആത്മാവ് എവിടേക്ക് പോയെന്നുള്ളത്, ഭൂമി വായ തുറന്ന് താഴേക്ക് പോയി എന്നുള്ളത് വളരെ വ്യക്തമാക്കി നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മീതെയുള്ള മീതെയുള്ള പാതാളമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേക്കുറിച്ച് ഞാനിന്ന് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ അവിടേക്കാണ് പോയത്. അപ്പോൾ അതുവരെയും ഈ മീതെയുള്ള പാതാളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, സന്തെഴുന്ന മണ്ണതിൽ ആരും ഉണ്ടായിരുന്നില്ല, പാതാളത്തിൽ അഥവാ പാതാളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, നരകത്തിലും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉടനെ സംശയം വരും, പാപം ചെയ്ത ദൂതന്മാരെ നരകത്തിലാക്കി ബന്ധിച്ചില്ലേ? അപ്പോൾ ഹാബേലാണ് ആദ്യമായിട്ട് പോയെന്ന് പറഞ്ഞാൽ എങ്ങനെ അതിനെ നമുക്ക് അംഗീകരിക്കാം? കാരണം പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഇങ്ങനെയല്ലേ, പാപം ചെയ്ത ദൂതന്മാരെ നരകത്തിലാക്കി അവരെ അന്ധതമസ്തങ്ങളിൽ ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് എല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ ലൂസിഫർ പാപം ചെയ്ത് തള്ളപ്പെട്ടോടുകൂടി അവൻ കുറേ ദൂതന്മാരെ ഭരിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. ചില ഡോക്യുമെൻ്ററികളിൽ, ചില പഠിപ്പികളിൽ പറയുന്നത് വെളിപ്പാട് 12-ാം അധ്യായത്തെ ആധാരമാക്കി സാത്താൻ വീണു 3-1 ഭരിച്ചുകൊണ്ട് പോകുന്നതൊക്കെയാണ്. പക്ഷെ അത് വെളിപ്പാട് ഒരിക്കലും അതിൻ്റെ 4-ാം അധ്യായം മുതലുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ ഭാവികാല സംഭവങ്ങളായിട്ട് തന്നെ ചിന്തിച്ചോണം. അതൊരിക്കലും നടന്ന സംഭവങ്ങളല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം വെളിപ്പാട് പഠിക്കാനായിട്ട്. ഇതുവരെയും ആ സംഭവങ്ങൾ നടന്നിട്ടില്ല. 4-ാം അധ്യായം മുതലുള്ള കാര്യങ്ങൾ, അത് അതിനകത്ത് ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കത്തില്ല, ഒരൊറ്റ കാര്യം പോലും സംഭവിക്കത്തില്ല. അത് സംഭവിക്കുന്ന ഭാവികാല സംഭവങ്ങളാണ്. അത് വളരെ വ്യക്തമായി ഭാവിയിൽ നിനക്ക് മേലാൽ സംഭവിപ്പാളെ കാണിച്ചതാന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മശ്ശേരി കൊണ്ട്. പക്ഷെ അതൊന്നും ആരും വായിക്കത്തില്ല. പക്ഷെ 12-ാം അധ്യായത്തില് സാത്താൻ താഴെ വീണല്ലോ, 3-1 ഭരിച്ചോണ്ട് പോകുന്നല്ലോ എന്നൊക്കെയുള്ളത് വായിച്ചിട്ട് ഈ അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളോട് ബന്ധത്തിൽ അതിനെ കൂട്ടിയോജിപ്പിച്ച് ചില വചനം എടുത്ത് തെളിയിച്ചു കൊടുക്കും. സാധാരണക്കാരങ്ങ് വിശ്വസിച്ചു പോകും. അത് ശരിയല്ലേ, 3-1 ഭരിച്ച് താഴെ ഇട്ടു, സാത്താൻ വീണു. പക്ഷെ അത് ഇപ്പോൾ നടക്കുന്ന കാര്യമല്ലല്ലോ, നേരത്തെ നടന്ന കാര്യമല്ലല്ലോ. അത് വർത്തമാനകാലത്തിൽ എപ്പോൾ നടക്കുന്ന പറയാൻ പറ്റത്തില്ല. നടന്നു കിടക്കുമെങ്കിൽ ആദ്യം നടക്കേണ്ട സഭ എടുക്കപ്പെടണം. സഭ എടുക്കപ്പെടാതെ ഒരു കാര്യവും വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്ന ഒരു കാര്യം സംഭവിക്കത്തില്ല. ഞാൻ ഇത്രയും പറയുന്നത് നേരത്തെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സാത്താനും എൻ്റെ ദുഷ്ടദൂതന്മാരെന്ന് പറയുമ്പോൾ സാത്താൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ കുറേ പേരെ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ചിലർ എടുക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. പക്ഷേ ഞാൻ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികതയിൽ പറയട്ടെ, അത് സംഭവിക്കാനുള്ള വിഷയമാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിലെ ഒരു സംഭവം ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ സംഭവിക്കത്തില്ല. സംഭവിക്കണമെങ്കിൽ ദൈവസഭ എടുക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെട്ട ശേഷമേ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ചുവന്ന മഴ പെയ്തെന്നോ
അല്ലെങ്കിൽ ദൂതൻ ഇറങ്ങിയെന്നോ അവിടെ മൃഗങ്ങൾ ഇറങ്ങിയെന്നോ ഒന്നും പറഞ്ഞ് ആരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സംഭവവും ഇപ്പോൾ നടക്കത്തില്ല. അത് സംഭവിക്കേണ്ടത് കേവലം 7 വർഷം കൊണ്ട് സംഭവിക്കേണ്ടത് പിന്നീട് 1000 വാഴ്ചയാണ്, പിന്നീട് ഒടുക്കത്തെ നാളാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ഇത് രേഖപ്പെടുത്തിയത്. ഒരിക്കലും ഈ വെളിപ്പാട് പുസ്തകത്തെ എടുത്ത് ഇപ്പോൾ നടക്കുന്ന വിഷയമാണെന്ന് പഠിപ്പിച്ചാൽ അത് തെറ്റായ സംഭവമാണ്. മുദ്ര തുറക്കപ്പെട്ടിട്ടില്ല, കാഹളം ധ്വനിക്കപ്പെട്ടിട്ടില്ല, കലശങ്ങൾ ഒഴിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം സംഭവിക്കേണ്ടത് പിന്നീടാണ്. അങ്ങനെ തന്നെ ചിന്തിക്കണം. ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ ഏറ്റവും പ്രധാനമായ കാര്യം? സഭ എടുക്കപ്പെടുന്നതാണ്. അപ്പം അതിനുശേഷമേ, ദൈവസഭയുടെ എത്തിയ ശേഷമേ, നമ്മൾ സിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷമാണ് ഈ പറയുന്ന ന്യായവിസ്താര സഭ ഇരിക്കുന്നതൊക്കെ. അതിനെ അന്തം വരെ മുടിപ്പിച്ച് നശിപ്പിച്ച് പിടിപ്പിക്കുന്നത്. ഇപ്പം സാത്താനിക ഉപദ്രവവും അതിനോട് ബന്ധത്തിൽ നടക്കുന്ന ഏത് ക്രിസ്ത്യൻ മണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അവനോട് ജസ്റ്റ് പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടാകാവുന്ന സംശയം, ഇപ്പം ഞാൻ പറയുകയാണ്, ഹാബേലിൻ്റെ ആത്മാവാണ് ആദ്യമായിട്ട് ദൈവം ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് പോയത് എന്ന് പറയുമ്പോൾ സംശയമുണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചു പോയത്. അപ്പോൾ സാത്താൻ അവൻ പൈശാചികനായി മണ്ണിൽ എഴുതപ്പെട്ടവനായി ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അത് പാഴ്ശൂന്യമായി തീർന്നു. അവനെ വെള്ളത്തിൻ്റെ അടിയിൽ അഗാധത്തിൽ ദൈവം അവനെ ആക്കി മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനെ റീഫോം ചെയ്ത് അതിനെ വെളിയിൽ കൊണ്ടുവന്നു. ഇരുളും വെളിച്ചമായി നിൽക്കുന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇരുൾ പറഞ്ഞിരിക്കുന്നത് സാത്താനാണ്, വെളിച്ചമായി പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്, ക്രിസ്തുവാകുന്നു. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പഠനത്തെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. ജെനസിസിൻ്റെ പഠനം 50 അധ്യായത്തിൻ്റെ പഠനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ഒന്ന് സമയം കിട്ടുമ്പോൾ വായിച്ചാൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇപ്പം കാണുന്ന സൂര്യനും ആകാശവും ഒക്കെ സൃഷ്ടിച്ചത് 3-ാം ദിവസമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-ാം ദിവസമാണ്. അപ്പോൾ അതിന് 1-ാം ദിവസം സൃഷ്ടിച്ചത് അല്ല സൂര്യൻ ചന്ദ്രനൊന്നും, അത് പിന്നീടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് പാപം ചെയ്തത് ഒരൊറ്റ വ്യക്തിയാണ്, സാത്താൻ മാത്രമാണ്. തെളിവെന്താണ്? അവൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ ആരോടും ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. അവർ തന്നെ ശരിക്കൊന്ന് ചിന്തിച്ചെടുക്കാൻ പോലും പറ്റിയില്ല. പക്ഷെ അതിനു മുമ്പായിട്ട് പാർട്ടി താഴെ പോകുന്നു. പ്രാരംഭത്തിൽ തന്നെ അവൻ്റെ ആ ചിന്ത മനസ്സിൽ ഉയർന്നപ്പോൾ തന്നെ ഇവൻ അവിടുന്ന് നിഷ്കാസനായി തള്ളപ്പെട്ടു പോയതാണ് പ്രധാന സംഭവം. അതോടുകൂടിയാണ്, അപ്പോഴാണ് ആകാശത്തിലുള്ള സൃഷ്ടികൾ അറിയുന്ന ഒരുവൻ പോയി. അവിടെ നേതാവ് താഴെ പോയി. അവനെ പിന്നെ അവിടെ കണ്ടിട്ടില്ല. പിന്നീട് ഈ പറയുന്ന കർത്താവ് അവനെ റിലീസ് ചെയ്ത ശേഷമാണ് അവൻ വീണ്ടും സഞ്ചാരം തുടങ്ങിയത്. അങ്ങനെയാണ് സാത്താൻ റിലീസാകുന്നത്. സാത്താൻ ദുഷ്ടന്മാർ പുരാന്മാക്കളുടെ വിഷയം ഞാൻ എടുക്കാം. പക്ഷേ ഇങ്ങനെ ഈ സംശയങ്ങൾ ഒന്നുമായിട്ട് വരുന്നതുകൊണ്ട് അത് ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ ദൈവം ഒരുക്കിയിരുന്ന നിരകളിലേക്ക് പോയതില്ലേ, ആദ്യത്തെ വ്യക്തി ഹാബേലാണ്. ഹാബേൽ എങ്ങനെ പോയെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഹാബേലിൽ പോയപ്പോൾ ഒരൊറ്റ വ്യക്തിയായിട്ടാണ് അവിടെ ചെന്നതിന് ശേഷമായിട്ട് ആ ദൈവനും അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ളവർ മീതെയുള്ള പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. പാപം ചെയ്യുന്നവരാണ്, ദുഷ്ടന്മാരാണ് പാതാളത്തിലേക്ക് പോകുന്നത്. കഠിനപാപം ചെയ്ത വ്യക്തികളാണ് നരകമാകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പിന്നീടുള്ള 3 മരണാന്തരങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നു, വേഗത്തിൽ പഠിക്കാൻ പറ്റും. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം മീതെയുള്ള പാതാളം ഇല്ല എന്ന് പറയുമ്പോൾ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ അതിന് തെളിവായിട്ട് നമ്മൾ എടുക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് എടുക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് കർത്താവ് അതുവരെയുള്ള ഉണ്ടായിരുന്ന ബദ്ധന്മാരായിട്ടുള്ളവരെ വിടുവിച്ചുകൊണ്ട് പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തെ ആധാരമാക്കി ആണ് നമ്മളതിനെ പഠിപ്പിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാസ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അപ്പോൾ നിറയ്ക്കുക, നിറവ് എന്ന് പറയുന്നത് ഇവിടെ വളരെ മർമ്മമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ദൈവം നിറയ്ക്കുന്നവനാണെന്ന് പറയുമ്പോൾ
അന്ന് വരെ ശൂന്യമായി കിടന്നിരുന്ന മീതെയുള്ള പാതാളത്തിൽ ആരുമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ലോകാരംഭത്തിന് മുമ്പ് ആരുമില്ലായിരുന്നു. ലോകാരംഭത്തിന് മുമ്പ് ആരുമില്ലായിരുന്നു. അപ്പോൾ മീതെയുള്ള പാതാളത്തിലേക്കാണ് പോയത്, അധോഭാഗങ്ങളിലേക്കാണ് പോയത്. വളരെ വ്യക്തമാണ്. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്കാണ് ദൈവം ഇറങ്ങിച്ചെന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ അവിടേക്ക് ഇറങ്ങിച്ചെന്ന കർത്താവ് എന്താ ചെയ്തത്? ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നത് അത് രണ്ട് സബ്ജക്റ്റാണ്. ഒന്ന്, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളത് ഒരു കാര്യം. ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്ന്, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. ആരാണ് ഈ ബദ്ധന്മാർ? ബദ്ധന്മാരായിട്ടുള്ളവർ ആരായിരുന്നു? മരണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ പ്രാപിക്കാത്ത നീതിമാന്മാരായിട്ടുള്ളവരും സിദ്ധന്മാരായ പഴയ നിയമത്തിന്റെ നീതിമാന്മാരായിട്ടുള്ളവരുടെയും ആത്മാക്കൾക്ക് അവർ ബന്ധനത്തിലായിരുന്നു. ബന്ധനം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ മരണത്തിൽ നിന്നുള്ള വേർപാട് ഇല്ലാതിരുന്നവരായിരുന്നു. മരണത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ കിട്ടിയിരുന്നില്ല. എന്നാൽ പാപമോചനത്തിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ച ശേഷമാണ് ഇവർക്ക് വിടുതൽ. അതുകൊണ്ടാണ് അബ്രഹാം ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നുള്ളവർക്ക് മനസ്സിലായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിൽ വന്ന് അവൻ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് അബ്രഹാമിന് അവിടെ ഇരുന്ന് കാണാൻ കഴിയാൻ പറ്റത്തില്ല. ചിലവരായിരിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഭൂമി ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാമെന്നാണ്. ആർക്കും പറ്റത്തില്ല. ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഭൂമി നടക്കുന്ന ഒരു കാര്യവും പിന്നീട് കാണാൻ പറ്റത്തില്ല. സൂര്യന് കീഴ് നടക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി എന്താണോ നമ്മുടെ ഓർമ്മയിലുണ്ടായിരുന്നത് അത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കി ഒരു കാര്യം അവിടെ ഇരുന്ന് ഇവിടെ ശവം കൊണ്ടുപോയി ശവസ്കാരം ചെയ്യുന്നതോ എല്ലാവരും ഒന്ന് കരയുന്നതോ ഒന്നും ആരും കാണത്തില്ല. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെയുള്ള കാര്യവുമായിട്ടാണ് പിന്നീട് മനുഷ്യനെന്ത് ചെയ്യുന്നത് ബന്ധപ്പെടുന്നത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ ഓർമ്മ കാണും. പിന്നീട് ഭൂമി നടക്കുന്ന ഒരു കാര്യവും ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് കാണാൻ കഴിയത്തില്ല. എന്നാൽ ഓർമ്മകളുണ്ടായിരിക്കും. അതുവരെയുള്ള ഓർമ്മ ഉണ്ടായിരിക്കും. പിന്നീട് ഭൂമി നടക്കുന്ന ഒരു കാര്യവുമായിട്ട് മരിച്ചുപോയ ആത്മാക്കൾക്ക് ബന്ധമില്ല. വളരെ ശ്രദ്ധിക്കണം. അല്ലാതെ ചിലർ വിചാരിക്കുന്ന അവിടെ സ്വർഗത്തിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, മക്കൾ കരയുന്നതും ശവം കൊണ്ടുപോകുന്നതും അവിടെ കൊണ്ടിടും, അതൊന്നും കാണിക്കത്തില്ല. പക്ഷെ എപ്പോൾ അന്ത്യശ്വാസം ഭരിച്ചു അന്ന് സ്വഭാവത്തോടെ മനുഷ്യാത്മാവ് പോകുള്ളൂ. പോകുന്ന സമയത്ത് അന്ന് വരെയുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം ഭൂമി നടക്കുന്ന ഒരു കാര്യവും മരിച്ചുപോയ ആൾക്കാർക്ക് അറിയത്തില്ല. എന്നാൽ ചെന്നു ചേരുന്ന സ്ഥലത്തുള്ള കാര്യങ്ങളാണ് പിന്നീട് ആ മനുഷ്യാത്മാവ് പിന്നെ അതിനനുസരിച്ചാണ് ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നവർ ചിന്തിക്കും എന്നുള്ളതൊക്കെ വചനത്തിലുണ്ട്. എന്നാണ് ഈ ചിന്തകളെല്ലാം മാറിപ്പോകുന്നുള്ളതും നമുക്ക് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചിന്ത ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പം ഇവിടെ പറഞ്ഞു വന്നത് ബദ്ധന്മാരെ പിടിവിച്ചു എന്ന് പറയുമ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഹാവേല്, അങ്ങനെ ഹാനോക്ക്. ഇപ്പം ഞാൻ ഹാനോക്ക് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ സംശയം വരും. അവനെ എടുത്തുകൊണ്ട് കാണാതായല്ലോ. അത് അപൂർവ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പം അതിപ്പോൾ ആരും ചോദിക്കരുത്. ദൈവത്തെ നമ്മുടെ സമയം ഇല്ലാത്തതുകൊണ്ട് ഹാനോക്കിനെ ഞാൻ എടുത്തു. ഹാനോക്കും മീതെയുള്ള പാതാളത്തിലാണോ എന്നുള്ള സംശയം ഇപ്പോഴാരും ചോദിക്കേണ്ട. ഇനിയുള്ള മനസ്സിലുണ്ടെങ്കിൽ അത് ഞാനൊരു വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ സംഭവിച്ച അപൂർവ കാര്യങ്ങളെന്ന വിഷയത്തെ അതേക്കുറിച്ച് നമ്മൾ എടുക്കുന്നതായിരിക്കും. എല്ലാ സംശയത്തിനും നമ്മൾ പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും. വേഗത്തിൽ ചോദിച്ചാൽ പെട്ടെന്ന് അതിന് ഉത്തരം പറയാം. അങ്ങനെ പോയാൽ പിന്നെ ആ സബ്ജക്റ്റ് അങ്ങോട്ട് പോകും. നമ്മൾ ഈ പടികൾ കിടക്കുന്ന പഠിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹാനോക്ക്, ഹാവേല്, അബ്രഹാം ഇവരെല്ലാം എവിടെയായിരുന്നു? ഇവരൊക്കെ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്കാണ് ഇറങ്ങിപ്പോയത്. അതിനെ പറഞ്ഞിരുന്ന പാതാളം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഈ പാതാളം ആയിരുന്നു എന്നുള്ളതിന് പറയാൻ ചിലർക്ക് മടിയും ബുദ്ധിമുട്ടും ഒക്കെയാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ പിന്നീട് യാക്കോബ് അങ്ങനെ അവനാണ് ആദ്യം പാതാളത്തെക്കുറിച്ച് പറഞ്ഞത്. അവിടേക്ക് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞു. ജോസഫ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഏതാണ് ആ പാതാളം എന്നുള്ളത് നമുക്ക് സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്,
ആ, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. അപ്പോൾ മീതെയുള്ള പാതാളം എന്നുള്ളൊരു ഒരു പഠിപ്പിച്ചെടുക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, ഈ കീഴെയുള്ള പാതാളം എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് മീതെയുള്ള പാതാളം എന്നതിന് പേരിട്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വ്യവസ്ഥ ഇല്ലാത്ത വാക്കുകളൊക്കെ ഇതേ എടുത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ആരും പഠിപ്പിച്ചില്ലല്ലോ, ഒരിടത്തും എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഇതിന് ആധികാരികമായിരിക്കുന്ന വേദപുസ്തകത്തിലെ വചനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. പ്രസംഗിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നാളെ ആരെങ്കിലുമൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റത്തില്ല. എഴുതപ്പെട്ടു, അത് രേഖപ്പെടുത്തി, ഞാൻ എഴുതിയ പുസ്തകങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയതാണ്. അത് പ്രസംഗം വേണമെങ്കിൽ പറയാം, എനിക്ക് അന്നേരം വന്ന വാക്കിൽ വന്ന തെറ്റുകൊണ്ടൊക്കെ വന്ന കുഴപ്പമെന്ന് പറയാം. പക്ഷേ അങ്ങനെ തെറ്റ് വരും. നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ ചിലപ്പം കറക്റ്റായിട്ടെല്ലാം കൃത്യമായിട്ട്, ചിലപ്പോൾ ചില വാക്കുകളൊക്കെ തെറ്റുപറ്റാം. പക്ഷെ എഴുതി കഴിയുമ്പോൾ അങ്ങനെ കണ്ടതൊക്കെ എഴുതി വെക്കാൻ പറ്റത്തില്ല. അതിനെല്ലാം ശുദ്ധി ചെയ്ത് വളരെ വ്യക്തമായിട്ട് എഴുതി നമ്മളതിനെ ഉത്തരവാദികളാണ് എഴുതി വെക്കുന്നതിന്. ഇപ്പോൾ വെറുതെ മീതിയുള്ള പാതാളത്തുണ്ടായിരുന്നവർ എഴുതി വെച്ചതല്ല. എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. അഥവാ അന്ന് ഈ സദൃശവാക്യം എഴുതിയപ്പോൾ ശലോമോന് ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ അറിവുണ്ടായിരുന്നു, ജീവയാത്ര മീതെയുള്ള പാതാളത്തിലേക്കാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് രേഖപ്പെടുത്തിയപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ബുദ്ധിമാന്മാരായിരുന്നവർ, അഥവാ ജ്ഞാനം എന്നുള്ളത് ദൈവഭയമാണ്. ദൈവഭയത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവർ, അവരുടെ ജീവിതത്തെ അവസാനം അവരുടെ ജീവയാത്ര മേലോട്ടാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെങ്കിലേക്കാകുന്നു ജീവയാത്ര. നമ്മുടെ ജീവയാത്ര അത് മേലോട്ടുള്ള യാത്രയായിരിക്കണം, താഴോട്ടുള്ള യാത്രയാകരുത്. ചിലർ ഭൂമിയെ കുനിഞ്ഞാണ് നടക്കുന്നത്. എപ്പോഴും ഭൂമി ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ചിന്തയും, ഒന്നും മേലോട്ട് നോക്കത്തേയില്ല. ഇപ്പൊ ഈ അവന്റെ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ എപ്പോഴും ഇങ്ങനെ ചോദിക്കാതെ എവിടെയാ ചോദിക്കുന്നത്, നീ ഇറങ്ങി വരാൻ പറഞ്ഞു. രാത്രി സമയത്താ ചോദിച്ച് ഇങ്ങനെ ചോദിച്ചിരിക്കുക, ഒന്നുമില്ലല്ലോ കർത്താവ് ഇറങ്ങി മുകളോട്ട് നോക്കാൻ പറഞ്ഞു. മേലോട്ട് നോക്കിയിട്ട് മേലെ നോക്കാൻ പഠിപ്പിച്ചു. നീ മേലോട്ട് നോക്കാൻ പറഞ്ഞു. നമ്മളോടും കർത്താവ് ചിലപ്പോൾ പറയും, ഈ താഴെയുള്ളതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കാതെ മേലോട്ട് നോക്ക്, ഉയരത്തിലുള്ള നോക്ക്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാം മരിച്ച് ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു, നമ്മൾ എവിടെയായിരിക്കുന്നത്? സ്വർഗത്തിൽ. അതുകൊണ്ട് നമ്മുടെ ചിന്തയെല്ലാം അവിടെ മേലുള്ളതായിരിക്കണം. സ്വർഗത്തിലുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. താഴെയുള്ളതിനെ കുറിച്ചല്ല, ഉയരത്തിലേക്കുള്ളതാണ് ചിന്തിക്കേണ്ടത്. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭൂമിയിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുന്നല്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് തല ഉയർത്തി നോക്കി വെളിച്ചങ്ങളുടെ പിതാവിരിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ നോക്കണം. വലിയ ഭാരം വരുമ്പോൾ, വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നിങ്ങൾ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. ഉയരത്തിലേക്ക് നോക്കി കൈയൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ച്, എൻ്റെ ദൈവമേ എന്ന് ഉയരത്തിലേക്ക് നോക്കി എന്ന് പറഞ്ഞു നോക്ക്. സ്വർഗം അതിന്മേൽ പ്രവർത്തിക്കും. ഉയരത്തിലിരിക്കുന്ന കർത്താവ് നമ്മളെ കാണും. താഴ്ന്നതിന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ നമ്മൾ നേരത്തെ കേൾക്കത്തില്ലെന്നല്ല പറഞ്ഞതല്ല. ഇടയ്ക്കിടയ്ക്ക് ഈ മുകളിലേക്കൊക്കെ നോക്കുന്നത് നല്ലതാ. നമുക്ക് അവിടെ നിന്ന് ഒരാൾ വരാനുണ്ടല്ലോ, ഇല്ലേ? വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണ്ടേ? ഉയരത്തിലേക്ക് തൃക്കൺ പാർക്കണം. നമ്മുടെ കണ്ണെപ്പോഴും ഉയരത്തിലേക്ക് വേണം. ആ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം, അതിനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. എന്നെ തേടി എന്നെ കൊണ്ടുപോകുവാൻ എൻ്റെ ആത്മമണവാളൻ വരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ വേണം നാം ഉയരത്തിലേക്ക് എപ്പോഴും നോക്കിയിരിക്കേണ്ടത്. ഉയരത്തിലേക്കുള്ളൊരു വാഞ്ച നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത് ബുദ്ധിമാന്റെ ജീവിതത്തെ മേലോട്ടെന്ന് പറഞ്ഞാൽ, ഈ ദൈവഭയമുള്ളവൻ ബുദ്ധിമാനായിരിക്കുന്നവൻ എപ്പോഴും ഉയരങ്ങളിലേക്ക് പോകാനേ ആഗ്രഹിക്കുള്ളൂ, താഴേക്ക് പോകാൻ ആഗ്രഹിക്കത്തില്ല. താഴേക്കുള്ള യാത്രയാണ് ഇഷ്ടം. പക്ഷേ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടപ്പോൾ ഒരു ബുദ്ധിമാന്മാരായിരുന്നു, ദൈവകൃപയുള്ളവരായിരുന്നു, നീതിമാന്മാരായിരുന്നു. പക്ഷേ പാപത്തിന് പരിഹാരം വരാതിരുന്നത് കൊണ്ട് അവരെ ദൈവം വെച്ചിരുന്ന നീതിമാന്മാരുടെ, വിശുദ്ധന്മാരുടെ മരണാന്തരേക്കൊക്കെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതെല്ലാം ദൈവം സൃഷ്ടിച്ചു വെച്ചിരുന്നു.
സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ അതിന് ഒരു സമയം വെച്ചിരുന്നു. യേശു കർത്താവ് എന്ന് വന്ന് മനുഷ്യപാപത്തിന്റെ പരിഹാരം വരുത്തുമോ അതുവരെ ഡിപ്പാർട്ടാകുന്ന ഇവിടുന്ന് പിരിയുന്നവരുടെ മനുഷ്യന്റെ ആത്മാക്കളെ ദൈവം വെക്കുന്നത് മീതെയായിരിക്കും, അഥവാ ഭൂമിയുടെ അതോ ഭാഗത്ത് മീതെയുള്ള ഭാഗമായിരിക്കും. അതിനെ പാതാളം എന്നുള്ള ഭൂമിയുടെ അതോ ഭാഗത്തെ സ്ഥലത്തെ പാതാളം എന്നാണ് യാക്കോബ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞെങ്കിൽ നമുക്കും പറയാമല്ലോ എന്നാ അത് അവിടേക്കാ പോയെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അപ്പൊ യാക്കോബാണ് ആദ്യം പറഞ്ഞത് ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടി എടുത്ത് പറയുന്നത്, ഇതൊക്കെ ചിലർക്ക് എപ്പോഴും സംശയം ഉണ്ടാകും, ഇതൊക്കെ ശരിയാണോ, ഈ പിന്നെ ഞങ്ങൾ കേൾക്കുന്ന പറുദീസ എന്തായിരുന്നു, അത് താഴെ ഉണ്ടല്ലോ ഒക്കെ ചിന്ത വരും. അങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ടാണ്. ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വർഷങ്ങളായി കേട്ടിരിക്കുന്നവർക്കൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേനും പിന്നെ ഒരുപാട് സംശയം വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ സ്ലേറ്റല്ലേ എഴുതാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. പക്ഷെ എഴുതിയ സ്ലേറ്റ് എഴുതണമെങ്കിൽ മായ്ക്കാതെ പറ്റത്തില്ല. ഈ മായ്ക്കുക മൊത്തം വായിച്ചെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. ചിലത് എല്ലാം വായിക്കത്തില്ല, കുറച്ചൊക്കെ പറ്റുകൊണ്ടിരിക്കും. പക്ഷെ ഒരു മനസാക്ഷിയിൽ അതെല്ലാം സത്യമാണെന്ന രീതിയിൽ ഒന്ന് മായിച്ചു കളഞ്ഞിട്ട് ദൈവനം കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞത് മുൻവിധിയൊക്കെ മാറ്റിവെച്ച് പഠിക്കാമെങ്കിൽ. പക്ഷെ അങ്ങനെ ഉള്ളത് കൊണ്ട് ഒരിക്കലും നമ്മൾ ചോദ്യം ചോദിക്കണമെന്നല്ല, ചോദിക്കണം. ഇപ്പൊ ഈ ഇസ്രായേലിലെ വ്യക്തികളായിരുന്ന യേശു ശിഷ്യന്മാർ, അവർ യോഹന്നാൻ പഠിപ്പിച്ചതൊക്കെ അറിയാമായിരുന്നു. പുരോഹിതന്മാർ വായിച്ചു കേൾപ്പിക്കുന്ന, ന്യായശാസ്ത്രങ്ങൾ വായിച്ചു കേൾക്കുന്ന വചനങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് യേശു സംസാരിക്കുമ്പോഴേ അവർക്ക് സംശയം ഉണ്ടായി. അവർ ചോദിച്ചു. അല്ല, കർത്താവ് കുറെ കുഞ്ഞുങ്ങളെ എടുത്ത് പഠിപ്പിച്ച് അല്ലെ ഒന്നും അറിയാത്തവരെ അല്ല കർത്താവ് ശിഷ്യന്മാരാക്കിയത്. ആദ്യമായിട്ടെടുത്ത് അവരെ മാത്രമല്ല പഠിപ്പിച്ചത്. ദൈവത്തിന്റെ ഉദ്ദേശം അവരെ ദൈവം മായ്പിച്ചു. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായിരുന്ന പാരമ്പര്യത്തിന്റെ ചിന്താഗതികളെ, മുൻവിധികളെ കർത്താവ് മായ്പിച്ചു. എന്നിട്ടാണ് അവർ മേൽ എഴുതിയത്. അതുകൊണ്ടാണ് അല്ലേ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ മീൻപിടുത്തക്കാരായിരുന്നെങ്കിലും ദൈവന സംബന്ധമായിട്ട് അവർക്ക് നല്ല അറിവുള്ളവരായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അവർ പഠിച്ചവരായിരുന്നു. അത് അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. പള്ളികളിൽ പോകുന്നവരായിരുന്നു. അല്ലാതെ അവരെ ഉഴപ്പിത്തിരിഞ്ഞ് അവരുടെ മെനക്കെട്ട് പോയവരല്ലായിരുന്നു. ദൈവം പിടിച്ചെടുത്ത എല്ലാം ആ കാലഘട്ടങ്ങളിൽ വളരെയധികം പ്രയോജനമുള്ളവരെയാണ് കർത്താവ്. അവർക്ക് അതുകൊണ്ട് അവർക്ക് സംശയം ഉണ്ടായത്, ചോദ്യങ്ങൾ ചോദിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഞാൻ കേട്ടുപോയല്ലോ, അതുകൊണ്ട് ഇനിയും അതെല്ലാം വായിക്കണോ, ചിന്തയൊന്നും വെക്കണ്ട. ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്തകൾ വരുമ്പോൾ അത് ന്യായമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചോദിക്കണം. ആരാണോ പഠിപ്പിക്കുന്നവരോട് ചോദിക്കണം. ഇതിങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതൊന്ന് തെളിയിച്ചതാണ്. നിശ്ചയമായിട്ട് പറയുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് അത് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് പഠിപ്പിക്കണം, മനസ്സിലായിക്കണം. യേശു അങ്ങനെ അവരെ പഠിപ്പിച്ചു കൊടുത്തു. ഓമയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. പിന്നെ ശുദ്ധീകരണത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, കഴുകാത്ത കൈ കൊണ്ട് കഴിക്കുന്നത് പാവമല്ല എന്ന് പറഞ്ഞു. അത് സാരമില്ല. കർത്താവ് അത് അകത്തേക്ക് പോകുന്ന അല്ല, നിന്റെ പുറത്തേക്ക് വരുന്നതാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നിന്നെ അശുദ്ധമാക്കുന്ന കർത്താവ് പഠിപ്പിച്ചു. പക്ഷേ ഇതിന്റെ നിയമം അനുസരിച്ച് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നാണ്. അതൊരു ശാരീരികമായിട്ടുള്ള നിയമമാണ്. അല്ല, കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ പാവമാണോ? അല്ല. അത് പക്ഷെ അത് ദൈവികമാക്കിയത് കൊണ്ട് വൃത്തിയോടായിരിക്കണം. അതിനുവേണ്ടി അങ്ങനെ നിയമം വെച്ചത്. കൈ കഴുകണം, വെളിയിൽ പോയിട്ട് വന്നാൽ ചന്തയിൽ പോയിട്ട് വന്നാൽ കൈ മുഖം കഴുകണം. അന്ന് പഠിപ്പിച്ചത് ഒരു ജീവിത ശൈലിയാണ്. അത് നമ്മളിന്ന് അനുവർത്തിച്ച് വരുന്നത്, അത് ചെയ്യണം, നല്ല കാര്യമാണ്. ഇപ്പം പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾ കൊടുത്തിരിക്കുന്ന ന്യായവാദ്യമായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ് അല്ലേ? കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ അവർ സമ്മതിക്കത്തില്ല. കഴിച്ചാൽ അത് ഭയങ്കര ശിക്ഷയാണ് എന്ന് പറഞ്ഞാൽ അവരത് പഠിപ്പിക്കത്തില്ല. കാരണം എന്താ, വൃത്തിയില്ലാതെ കൈകൊണ്ട് കഴിച്ചാൽ ബുദ്ധി ഉണ്ടാകത്തില്ല, രോഗം വരും. അതാണ്, അതുകൊണ്ടാണ്. അല്ലാതെ കർത്താവ് പറഞ്ഞത് അതല്ലാതെ അതിൻ്റെ ആത്മാവിനെ ബാധിക്കുന്ന വിഷയമെന്ന് പറഞ്ഞത് ശരീരത്തെ ബാധിക്കും. കൈ കഴുകാതെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആത്മാവിനെ ബാധിക്കുമോ? ഇല്ല. ഞാൻ ഇപ്പോൾ കൈ കഴുകാതെ ചോറുണ്ടു, അതുകൊണ്ട് എൻ്റെ ശരീരത്തെ ബാധിക്കും. അതിനകത്ത് ഞാൻ പിടിച്ച എന്തെങ്കിലും രോഗാണുക്കളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉള്ളിൽ പോകും, പ്രശ്നങ്ങളാണ്. അതിനുവേണ്ടി നാം കൈ കഴുകുന്നത്. അതല്ലാതെ അതിൻ്റെ ആത്മാവിനെ ബാധിക്കത്തില്ല, ശരീരത്തെ ബാധിക്കും, രോഗം വരാം. എന്നാൽ ആത്മാവിനെ ബാധിക്കുന്നതാണ് മനുഷ്യനെ ഹൃദയത്തിൽ നിന്ന് വെളി വരുന്നത്, ചിന്തകളിൽ നിന്ന് വരുന്നത്. ചിന്തകൾ അതൊക്കെ മനുഷ്യനെ ഹൃദയത്തിന്റെ വെളിയിൽ വരുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് വായ എന്ത് ചെയ്യുന്നത്, പ്രസ്താവിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം നമ്മൾ കാപട്യത്തോടെ സംസാരിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അകത്തിരിക്കുന്നതെല്ലാം വെളി വരുമെന്ന് ചോദ്യം ചെയ്യുന്നവർക്കറിയാം.
മനസ്സിലായോ? അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് മണിക്കൂറുകളോളം നീട്ടുന്നത്. ചില ചോദ്യം ചെയ്യുമ്പോൾ 5, 8, 10 മണിക്കൂർ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഇത്രമാത്രം ചോദ്യം ചെയ്യാൻ ഇത്രയും കാര്യം എന്തായിരിക്കും, പറയത്തില്ല ആരും. ആദ്യം ഹൃദയത്തിൽ ഉണ്ടെങ്കിലും അത് അടച്ചു വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ ചോദിച്ച് കഴിയുമ്പം നമുക്ക് വിളി വരും. അത് ഒരു സമയത്ത് വിളി വന്നേ പറ്റുള്ളൂ. ഞാൻ എത്ര കാപട്യം കാണിച്ചാൽ എൻ്റെ ഹൃദയത്തിരിക്കുന്ന വിളി വരും. നമ്മളധികം ആൾക്കാരോട് സംസാരിക്കുക ഇടപെടുകയോ ചെയ്ത് കഴിയുമ്പോൾ, ഞാനിപ്പോൾ ഒരു ഭക്തനായിട്ട് ഞാൻ നടിക്കാന്നിരിക്കട്ടെ, അപ്പം ഞാൻ ഭയങ്കര സ്വത്രമൊക്കെ പറയും, നല്ലത് മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ അത് എപ്പോഴും പറ്റത്തില്ല. ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അറിയാം ഇവരാരാണെന്നുള്ളത്. ആത്മീയ വേഷം കിട്ടുന്നവന് അന്തരം ആ സമയത്ത് അവൻ പറയുന്ന മുഴുവനും വേഷം കെട്ടിലുള്ള വാക്കുകളാണ്. എന്നാൽ യഥാർത്ഥ ഭക്തനെ മനസ്സിലാക്കുന്നത് അവൻ്റെ വ്യക്തിപരമായ ജീവിതവുമായി നാം അടുക്കുമ്പോഴാണ്. അല്ലാതെ പ്രസംഗിക്കുമ്പോഴോ ആരാധന വരുമ്പോഴോ അല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുള്ളൂ. നല്ല അന്യഭാഷ ആരാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിശുദ്ധരാണെന്ന് വിചാരിക്കും. തെറ്റിദ്ധരിച്ച് പോകരുത്. അന്യഭാഷ ആരാധിക്കുന്നത് അവനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ആണെന്നല്ല ഞാൻ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നന്നായ രീതിയിൽ പ്രസംഗിച്ചു, നന്നായ രീതിയിൽ പാടി, നന്നായ രീതിയിൽ നമ്മളെല്ലാം ചെയ്തു. പക്ഷേ ഇതെല്ലാം ആരാധനയുടെ സമയത്ത് മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വഭാവത്തിലൊന്നും ഇല്ലെങ്കിൽ കഥാ പറഞ്ഞ ഫലത്തെ നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണമെന്ന് ഞാൻ രാത്രി പറയുന്ന പ്രിയപ്പെട്ടവരെ, ഒരാത്മീയനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും വിശുദ്ധനായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ വ്യക്തിപരമായ ഓരോരുത്തർ ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും ഇതാരാണെന്നുള്ളത്, ഈ വ്യക്തി ആരാണെന്നുള്ളത്. അപ്പോൾ അവരുടെ കഥ പറഞ്ഞ ഹൃദയത്തിൽ നിറഞ്ഞ കവി എന്നാണ് വായ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഒരു വാക്യം വെച്ചിട്ട് പറയുന്ന എല്ലാം സത്യമാണെന്നല്ല. മനുഷ്യൻ കഴിവതും അഭിനയത്തോടെ ചെയ്യും, പക്ഷേ വെളിയിൽ വരും. അവൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വെളിയിൽ വരുന്നൊരു സമയമുണ്ട് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ, മനുഷ്യനുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ, മനുഷ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിന് പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവനെ ഭാവിയാക്കുന്നത് പുറമേയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല എന്ന് കർത്താവ് പറഞ്ഞു. ഹൃദയമാണ് പാപം ചെയ്യുന്നത്. ഇത് ദൈവത്തിന് അറിയാം ഒരു മനുഷ്യൻ നിലവാരം എന്താണെന്നുള്ളത്. അപ്പോൾ ആരാണെന്നറിയാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വഞ്ചിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ നമുക്കൊരിക്കലും കബളിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പലരും വളരെയധികം ഒതുങ്ങാൻ കാരണം CCTV ക്യാമറയൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അതുകൊണ്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ. ഈ ക്യാമറകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പാവം എത്രമാത്രം പെരുകിയെന്നറിയാവോ. പക്ഷെ അത് അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് എവിടെയാണ് അത് വെച്ചിരിക്കുന്നത് ആർക്കും അറിയത്തില്ല. അത് നന്നായി. ഞാൻ CCTV ക്യാമറ കണ്ടുപിടിച്ചാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തെല്ലാം അതിക്രമവും പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നറിയാവോ. കഥാവിന് അറിയാം പാവം പെരുകുമ്പോൾ കൃപ ഇങ്ങനെയാണ് പെരുകുന്നത്. കൃപയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ഒരു നിയന്ത്രണമുണ്ട്. അത് കണ്ടുപിടിക്കപ്പെടുന്ന ഒരു പേടിയുള്ളത് കൊണ്ടാണ് മനുഷ്യൻ അധികം പാപം ചെയ്യാതിരിക്കുന്നത്. ഞാനത് ഉദാഹരണം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു എന്ന് സദൃശവാക്യത്തിൽ 15-24 വാക്യത്തെ പറയുമ്പോൾ, ഈ പാതാളത്തിലേക്കായിരുന്നു ഈ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായിരിക്കുന്ന യാക്കോബ് പോകുന്നെന്ന് അവൻ വ്യക്തമാക്കി പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞതിന്റെ വചനത്തെളിവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 7:37-35, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. നീ ദുഃഖിച്ച് നിരാശപ്പെട്ട് ദൈവഭയം ഇല്ലാത്തവനായി തീർന്ന് പാതാളത്തിൽ ഇറങ്ങുന്നതാണെന്ന് ഇവിടെ പഠിപ്പിക്കാൻ വേണമെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരിക്കലും പാതാളത്തിലേക്കല്ല യാക്കോബ് പോയത്. യാക്കോബ് അങ്ങനെ നിരാശപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയി പാതാളത്തിൽ പോകുമെന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കാൻ വേണ്ടിയാണ് നല്ലവനായ നീതിമാനായിരിക്കുന്ന യോസഫിനെ കടിച്ചു കീറിക്കൊന്നല്ലെങ്കിൽ മരിച്ചു പോയല്ലോ. അവൻ നീതിമാനായിരുന്നല്ലോ. അവൻ എവിടേക്കാണ് പോയത്? പാതാളത്തിലേക്കാണ് പോയത്. അപ്പോൾ ഇനിയും ഈ വ്യാഖ്യാനിക്കുക, അങ്ങനെ ദൈവഭയം എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തെ വിശ്വാസം നഷ്ടപ്പെട്ട് യാക്കോബ് അന്നേരം പറഞ്ഞത്, നിരാശയോടെ പറഞ്ഞത് പാതാളത്തിൽ പോകുന്ന, അതല്ലാതെ അവൻ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും പാതാളത്തിലല്ല വിശുദ്ധന്മാർ പോയിക്കൊണ്ടിരുന്നത്,
പറുദീസിൽ പോയിക്കൊണ്ട്. പക്ഷേ യാക്കോബ് നിരാശ വന്നപ്പോൾ ദൈവസ്നേഹമൊക്കെ നഷ്ടപ്പെട്ട് പറഞ്ഞതാണെന്ന് ചിന്തിക്കാൻ ഇടയാകാൻ, അങ്ങനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അങ്ങനെയല്ല എന്നുള്ള സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വചനം എടുക്കുന്നത്. ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടേക്കാ ജോസഫ് ഇറങ്ങിപ്പോയെന്നാണ് യാക്കോബ് പറഞ്ഞത്? പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയെന്നുള്ളതാണ്. എനിക്കറിയാം ചിലർക്കൊക്കെ ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. അബ്രഹാമൊക്കെ പാതാളത്തിൽ പോയെന്ന് അബ്രഹാമിന്റെ മടി പാതാളമാണെന്നൊക്കെ പഠിപ്പിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉൾക്കൊള്ളാനായിട്ട്. സമുദ്രത്തിൽ ആത്മാക്കളെ വെക്കുന്നതുള്ള ബന്ധത്തിലുള്ള ഇതുപോലെയാണ് ഈ വിഷയങ്ങളൊക്കെ. എനിക്കറിയാം ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും ശ്വാസം മുട്ടലൊക്കെ തോന്നുന്നത് കേൾക്കുമ്പോഴത്തേന്. ചിലരൊക്കെ ബൈബിൾ ക്ലാസ് കേൾക്കാതെ മാറിപ്പോയിട്ടുമുണ്ട്. ഈ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ കേൾക്കുമ്പോൾ തന്നെ ചിലരൊക്കെ മാറിപ്പോയിട്ടുണ്ട്, അത് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ശ്വാസം മുട്ടുണ്ട് അനുഭവിക്കും ചിലർക്ക്. അബ്രഹാം പോയത് പാതാളത്തിലേക്കാണെന്ന് ഞാൻ പഠിപ്പിച്ചാൽ ഇനി അത് കൂടുതൽ കേൾക്കണ്ടെന്ന് പറയും. എന്നാൽ ഞാൻ പറയുക അബ്രഹാം പോയത് പറുദീസയിലേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാ, കുഴപ്പമില്ല, പറുദീസയാണല്ലോ. നിങ്ങളെ ആരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി വചനം പഠിപ്പിക്കാൻ പറ്റത്തില്ല. ആര് പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവൻ പറഞ്ഞിരിക്കുന്നത്, ആരെ പ്രസാദിപ്പിച്ച് കൂട്ടനിർത്താൻ വേണ്ടിയല്ല, ഉള്ളതുപോലെ പഠിപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഒന്നുകൂടി ഞാൻ മീതെയുള്ള പാതാളം എന്നുള്ളത് എടുക്കുമ്പോൾ പാതാളത്തിലേക്കാണ് അബ്രഹാം ഉൾപ്പെടെയുള്ള ഹാബിൽ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിപ്പോയെന്നുള്ളത് 100 പ്രാവശ്യം അല്ല അതിലധികമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലരുടെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോയിട്ടില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് അതങ്ങനെ എന്താണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ പോയത് പാതാളത്തിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യാക്കോബ് പറഞ്ഞ വചനത്തെ നമ്മളെടുത്ത് പഠിച്ചത്. ഉൽപ്പത്തി പുസ്തകം 37-35 വാക്യമാണ്. നിങ്ങളത് ഹീബ്രു വായിച്ചിട്ടോ ഗ്രീക്ക് വായിച്ചിട്ടോ മലയാളം വായിച്ചിട്ടോ ഹിന്ദിയോ തമിഴോ ഒറീസയോ ഏതെങ്കിലും ഭാഷ പഠിച്ചിട്ട് അത് പറുദീസയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. അത് ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും ഭാഷയിൽ ഇതിനെ മലയാളത്തിൽ ഇങ്ങനെ പാതാളം എന്ന് എഴുതി ബാക്കിയുള്ളതെല്ലാം പറുദീസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ ഐ എം സോ സോറി. ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും അവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന പാതാളത്തിലേക്കാണ്, അത് അങ്ങനെ തന്നെയാണെന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വചനമായിട്ട് പഠിപ്പിക്കുമ്പോൾ അത് ശരിയാണെന്നുള്ളതും വ്യക്തമാണ്. കാരണം അവർ ബന്ധനത്തിലായിരുന്നു, അവർ ബദ്ധന്മാരായിരുന്നു. ഹാബേൽ, അബ്രഹാം ഇവരെല്ലാം ബദ്ധന്മാരായിരുന്നു. എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതലുണ്ടായില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തെ പറയുമ്പോൾ ഒരു വിമോചനം കിട്ടി. അത് വചനമെല്ലാം ഒന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കണം. കഥ പറഞ്ഞ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് പറഞ്ഞാൽ പാപവിമോചനം ഉണ്ടാകണമെങ്കിൽ, പാപത്തിൽ നിന്ന് വിമോചനം ഉണ്ടാകണമെങ്കിൽ, സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ നിന്റെ നീതിപ്രവൃത്തികൾ കൊണ്ട് പറ്റത്തില്ല. അതിൽ യേശുക്രിസ്തുവിന്റെ കൃപയില്ലെങ്കിൽ നിന്റെ നീതിപ്രവൃത്തി എല്ലാം കറപുരണ്ട തുണി പോലെയാണ്. അതാണ് യശയാന്റെ പറയുന്നത്. അബ്രഹാം ചെയ്ത നീതിപ്രവൃത്തിയുണ്ട്, ദാവീദ് ചെയ്ത നീതിപ്രവൃത്തിയുണ്ട്, തിന്മപ്രവൃത്തികളുണ്ട്, എല്ലാം നമുക്കറിയാം. ഹാബേൽ ചെയ്ത നന്മപ്രവൃത്തിയുണ്ട്, ദൈവത്തിന് പ്രസാദമായിട്ടുള്ള ചെയ്തതാ. പക്ഷേ ദൈവത്തിന്റെ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ കറപുരണ്ട തുണിയായിരുന്നു ഹാബേൽ. അബ്രഹാം ദൈവത്തിന് മുമ്പാകെ കറപുരണ്ട തുണി പോലെയായിരുന്നു. അവരൊക്കെ നീതി പ്രവർത്തികൾ ദൈവം തള്ളിക്കളഞ്ഞില്ല, കറ പിടിച്ചിരുന്ന തുണിയായിരുന്നു. ഈ കറ പിടിച്ചിരുന്ന തുണിയുടെ കറ പൂർണ്ണമായി മാറ്റി ശുദ്ധീകരിച്ചത് ഈ പാപത്തിന്റെ കറ നീക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോഴാണ് അവിടെ പാപക്കറകൾ മാറിയത്. അതുവരെയും പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ബദ്ധന്മാരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാതാളത്തിൽ ബദ്ധന്മാരായിരുന്നു. അപ്പൊ ഈ പാതാളത്തിൽ ബദ്ധന്മാരായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ വചനമായിട്ട് വായിച്ചത്. അപ്പോൾ പാപം ചെയ്തവൻ ബുദ്ധിമാന്റെ ജീവിതത്തെ മേലോട്ടാകുന്നു, കീഴുള്ള പാതാളത്തിൽ ഒഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, അതുപോലെ തന്നെ ബദ്ധന്മാരെ വിടിവിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി എന്ന് പറഞ്ഞിരിക്കുന്നതോടെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ, ഈ രണ്ട് വചനങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ബദ്ധന്മാരെ ഉദ്ധരിച്ചുകൊണ്ട്. എന്താണ് ബദ്ധന്മാരായിരുന്നത്? അബ്രഹാം എങ്ങനെയാ ബദ്ധനായിരുന്നത്? യാക്കോബ് എങ്ങനെയാ ബദ്ധനായിരുന്നത്? എങ്ങനെയാ അവിടെ ബദ്ധന്മാരായിരുന്നത്? അവരവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ദൈവരെ അംഗീകരിച്ചവരാ, പക്ഷേ അവർക്കത് റിലീസായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ പാസ്സായി,
ഡിക്ലെയർ ചെയ്തത്, പാസ്സായി എന്നുള്ളത്. പക്ഷെ പാസ്സായെന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂ. നിങ്ങൾക്ക് 11ാമത്തെ ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടുമോ? കിട്ടത്തില്ല. എപ്പോഴാണ് കിട്ടുന്നത്? നാളെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിനുള്ള ഒഫീഷ്യലായിട്ടുള്ള ആധികാരികമായ രേഖ കിട്ടണം. അതുവരെയും ജയമുണ്ട്, ശരിയാ. ഈ ആധികാരികമായിരിക്കുന്ന വിമോചനമുണ്ടായത് നീതിമാന്മാരായിരുന്നു. പക്ഷേ ഇവരെ സ്വർഗം അംഗീകരിച്ച് ഇവരെ സർട്ടിഫൈ ചെയ്തത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മഷി കൊണ്ടാണ്. രക്തത്തിന്റെ സിഗ്നേച്ചർ ഇടുമ്പോൾ മാത്രമേ ഒരുവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു എന്നുള്ളതിന്റെ ആ വിടുതൽ കിട്ടുകയുള്ളൂ. അബ്രഹാം വിശുദ്ധനായിരുന്നു, ദാവീദ് വിശുദ്ധനായിരുന്നു, ഹാബേൽ വിശുദ്ധനായിരുന്നു. പക്ഷേ അവരെ നീതിമാന്മാരുടെ പട്ടികയിൽ, സിദ്ധന്മാരുടെ പട്ടികയിലാക്കിയിരുന്നെങ്കിലും അതിന്റെ സർട്ടിഫൈ ചെയ്ത് അവരെ കുഞ്ഞാട് രക്തത്തിന്റെ അടയാളത്തോടു കൂടിയുള്ള അവരുടെ മേൽ ആ രക്തത്തിന്റെ അടയാളം എഴുതപ്പെട്ടപ്പോഴാണ് അവർ സ്വതന്ത്രമായത്. അത് ചെയ്യാൻ വേണ്ടിയാണ് യേശു പാതാളത്തിൽ ഇറങ്ങി ബദ്ധന്മാരോട് സുവിശേഷം അറിയിച്ചത്. തടവിലായവരോട് ബദ്ധന്മാരോട് സുവിശേഷം അറിയിച്ചത്. എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ പാതാളത്തിലിറങ്ങി ബദ്ധന്മാരോട് അവൻ സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവ് സുവിശേഷം അറിയിച്ചത് എവിടെയാണെന്നുള്ളത്. കർത്താവ് ഇറങ്ങി ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി അവരുടെ ജീവൻ പോയി അവരോട് സുവിശേഷം അറിയിച്ചു. അവരെ ഉദ്ധരിച്ചുകൊണ്ട് മരിച്ചു പോയവർക്കും ജീവനോടിരിക്കുന്നവർക്കും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും യേശു ക്രിസ്തു മാത്രമാണ് പാപമോചകൻ എന്നതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, മാറ്റമില്ലാത്തവെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയല്ലാതെ ഒരൊറ്റ മനുഷ്യന് പോലും നീതീകരണം പ്രാപിപ്പാൻ കഴിയത്തില്ല. ഇന്നലെ മരിച്ചുപോയ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളിൽ മരിച്ചുപോയ ഹാബേൽ ഉൾപ്പെടെയുള്ളവർക്ക് യേശു ക്രിസ്തുവിന്റെ മരണം വരെയും അവർ ബദ്ധന്മാരായിരുന്നു. എവിടെയായിരുന്നു ബദ്ധന്മാരായിരുന്നത്? അവർ പാതാളത്തിൽ ബദ്ധന്മാരായിരുന്നു. ആ പാതാളം ഏതായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മീതിയുള്ള പാതാളമാണ് നമ്മൾ മനസ്സിലാക്കി. എന്നാണ് അവർക്ക് ആ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിച്ചെന്നാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോഴാണ്. കുഞ്ഞാടിന്റെ രക്തം, അത് ജീവനായിരിക്കുന്ന ക്രിസ്തു അവിടെ ചെന്ന് അവരെ സുവിശേഷം അറിയിച്ച് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കരയേറുവാൻ ഇടയാത്തത്. ഇതാണ് മീതിയുള്ള പാതാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ മീതിയുള്ള പാതാളം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് അവിടെ അങ്ങനെയുള്ള പേരും തീർന്നു, അവിടേക്ക് ഇനി ആരും പ്രവേശിക്കുന്നുമില്ല. മീതിയുള്ള പാതാളം ഇപ്പോൾ അത് ശൂന്യമാക്കപ്പെട്ടു. എന്നാണ് ശൂന്യമാക്കിയത്? അന്ന് വരെ അവിടെ ഉണ്ടായിരുന്നവരെ കർത്താവ് ഉദ്ധരിച്ചുകൊണ്ട് ഉയരത്തിലേക്ക്, ഇപ്പോൾ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങി ഭൂമിയുടെ അധോഭാഗത്തുണ്ടായിരുന്ന മീതിയുള്ള പാതാളത്തിൽ അവൻ എത്തി. അബ്രഹാം ഉൾപ്പെടെയുള്ളവരെ, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. അവൻ ഉയരത്തിൽ കയറി അവരെ ആക്കേണ്ടടുത്താക്കി. അതിനുശേഷമായി അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തതിനർത്ഥം ഭൂമിയിൽ ജീവനോട് ഇന്നർക്ക് പരിശുദ്ധാത്മാവ് ഉൾപ്പെടെയുള്ള കൃപാവരങ്ങളെ എന്ത് ചെയ്യും? ദാനം ചെയ്യുന്നതിൻ്റെ അർത്ഥം. എഫെസ്യർ ലേഖനം നമ്മൾ വായിച്ച ഭാഗത്തിന്റെ 2 ഭാഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് ഒരു ഭാഗം. ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തുള്ളത് സ്വർഗാസ്വർഗത്തിൽ ചെന്ന ശേഷമായി. നമുക്കറിയാം, കർത്താവ് പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു. രക്ഷ, സ്നാനം, ഉപദേശങ്ങൾ, സഭ, വാഗ്ദത്തങ്ങൾ, ഇതെല്ലാം നമുക്ക് ദാനങ്ങളായി ലഭിച്ചത് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് അവൻ മരിച്ചടക്കപ്പെട്ടതോടുകൂടി സാർവത്രികമായിട്ടുള്ള രക്ഷ എന്താണെന്ന് സ്വർഗം ഡിക്ലെയർ ചെയ്തു. പിതാവാം ദൈവം അതുവരെയും സകല മനുഷ്യനെയും നോക്കിയത് അവർ നീതിപ്രവർത്തനത്തിൽ കറപുരണ്ട തുണി പോലെയായിരുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ അബ്രഹാമിനെ നോക്കിയപ്പോൾ, യാക്കോബിനെ നോക്കിയപ്പോൾ, ഹാബേലിനെ നോക്കിയപ്പോൾ, ദാനിയേലിനെ നോക്കിയപ്പോൾ, അതേ ഇസഹാക്കിനെ നോക്കിയപ്പോൾ, പഴയ നിമിത്തമുണ്ടായിരുന്ന വിശുദ്ധന്മാരെയെല്ലാം ക്രിസ്തുയേശുവിനോട് നോക്കിയപ്പോൾ, വചനത്തോട് നോക്കിയപ്പോഴാണ് അവർ ശുദ്ധരായി തീർന്നത്. അങ്ങനെയാണ് അവരെ വിടുവിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിയത്. അതിനുശേഷമാണ് മനുഷ്യനെ ദൈവം നോക്കി നമുക്ക് ദാനങ്ങളെ നൽകിയത്. കഴിഞ്ഞ 2000 വർഷമായി ഉയരത്തിലേക്ക് കയറി, സ്വർഗാസ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് മനുഷ്യർക്ക് രക്ഷയെ വിളംബരം ചെയ്തു.
അവരെ സ്നാനപ്പെടുത്തി ദൈവസഭയോട് ചേർത്തു, പരിശുദ്ധാത്മാവിനെ നൽകി, കൂട്ടായ്മ നൽകി, വിശുദ്ധീകരണം നൽകി ഒരുക്കിയെടുത്തുകൊണ്ട് എത്രയോ വിശ്വാസ വീരന്മാരെ കാലാകാലങ്ങളായി ദൈവം ഇവിടുന്ന് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. വിവിധ നിലകളിലേക്കുള്ളവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തതാണ്. ദൈവം തന്നിക ദാനങ്ങളെ കുറിച്ച് നമുക്ക് ദാനമായി തന്നിരിക്കുന്നതാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, പരിശുദ്ധമായ ദൈവത്തിന്റെ ദാനമാണ്, വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ഇങ്ങനെ ദാനങ്ങൾ ഏറെയുണ്ട്. ഇപ്പൊ ദാനങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിനൊക്കെ പിന്നെ ദാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അബ്രഹാമൊക്കെ ഭൂമി ജീവിച്ചിരുന്ന വാഗ്ദത്തം കൊടുക്കുന്നു, അതെല്ലാം അവിടെ അവർ പ്രാപിച്ചു. പിന്നെ അവരെ വിടിവിച്ചു. അവർക്ക് പിന്നീട് ഭൂമിയിൽ മനുഷ്യർ കൊടുക്കുന്ന ദാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അവരധികം എന്നേക്കുമായി അവരെ വിടിവിച്ചവരെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ദൈവത്തിന്റെ വാദികാരികൾ ചിന്തിക്കും. അപ്പോൾ കഥ ഭൂമിയിൽ ഇറങ്ങി, ഭൂമിയുടെ അധഭാഗത്തേക്ക് ഇറങ്ങി മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു. മരിച്ചവരോട് സുവിശേഷം അറിയിച്ചാന്നതിൻ്റെ അർത്ഥം എന്താണ്? മരണം എന്നുള്ളത് അവർ ശരീരത്തിൽ നിന്ന് വേർപെട്ടു, അതുപോലെ ദൈവത്തിൽ നിന്ന് വേർപെട്ടവരായിരുന്നു. എന്നാൽ സുവിശേഷം മുഖാന്തരമായി രക്തത്തിന്റെ ശക്തിയാണ് മനുഷ്യനെ അടുപ്പിക്കുന്നത്. അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഇടനില നിൽക്കുന്ന മറുവിലയാത്തുന്ന കുഞ്ഞാടിൻ്റെ രക്തമാണ്. അപ്പോൾ ആ മണ്ണത്തുനിന്ന് മരിച്ചവരോട് സുവിശേഷം അറിയിച്ച് അവരെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് തെളിയിക്കപ്പെടുമ്പോൾ മനുഷ്യൻ ലോകാരംഭം മുതൽ ഹാബേൽ ഉൾപ്പെടെ കർത്താവിൻ്റെ മരണത്തിൻ്റെ ആ സമയം രക്തം ചീന്തുന്നവരെ മരിച്ചുപോയ സിദ്ധന്മാരായ വിശുദ്ധന്മാർ, അതുപോലെ ശിശുക്കൾ ഉൾപ്പെടെയുള്ള നിത്യയോഗ്യതയായിട്ടുള്ള എല്ലാവരും മരണാനന്തരവരുടെ ആത്മാക്കൾ പ്രവേശിക്കപ്പെട്ട സ്ഥലത്തെയാണ് മീതെയുള്ള പാതാളം എന്ന് പറയുന്നത്. അപ്പോൾ മീതെയുള്ള പാതാളം എന്ന് പറയാൻ നമ്മൾ അതിനാധികാരികമായി എടുക്കുന്നത് ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴുള്ള പാതാളത്തിൽ ഒഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ ഈ വചനത്തിന് പ്രസക്തിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. വചനം എടുക്കുമ്പോൾ ആ വചനത്തിന് ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം എടുത്തുകൊണ്ട് പറയരുത് ജീവത്തെ മേലോട്ടാണ് കീഴുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നത് കീഴുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നുള്ള ഭാഗം എടുക്കാം. പക്ഷേ ജീവയാത്ര മേലോട്ടാകുന്നുള്ള ഭാഗവും എടുക്കാം. പക്ഷേ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം? കീഴേയും മീതെയുള്ള പാതാളത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സദൃശവാക്യത്തിൽ പറഞ്ഞിരുന്നത്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മീതെയുള്ള പാതാളം കീഴിലുള്ള പാതാളത്തെ അധമ പാതാളം എന്നാണ് പറയുന്നത്. നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ രക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 86:13. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. സങ്കീർത്തനം 31:17. ഇപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ പറയാം പാതാളത്തിലാണ്. പാതാളം എന്ന് പറയുമ്പോൾ അധമ പാതാളത്തിൽ ഞാൻ പറയും. എന്നാൽ മീതെയുള്ള പാതാളമുണ്ടായിരുന്നു, അത് മനസ്സായതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല. ഇനി അത് വചനാടിസ്ഥാനത്തിലുണ്ടായി. അപ്പോൾ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയെന്നുള്ളൊരു തെളിവ് നമ്മൾ എബേസ്യർക്ക് ലേഖനത്തിൽ നമ്മൾ എടുത്ത് പഠിച്ചു. എന്തായിരുന്നു ബദ്ധന്മാരെന്നുള്ള മനസ്സിലാക്കി. അവരുടെ നീതിപ്രവൃത്തി ഉണ്ടായിരുന്നെങ്കിലും പിതാവാൻ ദൈവത്തിന് അത് അംഗീകരിക്കണമെങ്കിൽ പുത്രന്റെ രക്തം കൂടാതെ പാപമോചനം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ബദ്ധന്മാരായിരുന്നത്. അവരെ അതിൽ നിന്ന് വിടുവിച്ചു. മോശ ഉൾപ്പെടെ, ഹാനോക്ക് ഉൾപ്പെടെ, നോയ ഉൾപ്പെടെ, ആദാം ഉൾപ്പെടെ, ഹവ്വ ഉൾപ്പെടെ, സാറ ഉൾപ്പെടെ ഉള്ള സകല വിശുദ്ധന്മാരും വിശുദ്ധമതികളും മീതെയുള്ള പാതാളത്തിലായിരുന്നു എന്നുള്ളതിന് നമ്മൾ വചനം കണ്ടെത്തി. പക്ഷെ അതിനെ ഒന്നുകൂടി ആധികാരികതയോടെ വെളിപ്പെടുത്താൻ വേണ്ടി പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും ഉപമവും അതുകൂടി എടുത്ത് നമ്മൾ ചിന്തിച്ച് മീതെയുള്ള പാതാളത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കാം. 16-ാം അധ്യായം അതിൻ്റെ 19 വാക്യങ്ങളാണ്. പല പ്രാവശ്യം വായിച്ച് കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും നമുക്ക് അറിയാവുന്നതുമായ ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ. ഞാനിതെടുത്ത് വായിക്കുന്നത്, പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇപ്പോഴും പലരും പല സ്ഥലങ്ങളിലും വിശ്വാസ സമൂഹം ഇപ്പോഴും മരിച്ചാൽ കടന്നു പോകുന്നത് അബ്രഹാമിന്റെ മടിയിലേക്കാണെന്ന് പ്രസംഗിക്കുന്നു. അത് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ വളരെയധികം വിഷമം ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഭാഗം അത് കഴിഞ്ഞൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ അന്ന് കർത്താവ് പറഞ്ഞത് ആ സമയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനുശേഷമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പക്ഷെ ഇത് മാത്രമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള നിലകളെക്കുറിച്ചുള്ള പഠനമെങ്കിൽ നമ്മൾ ഒരുപാട് പുറകിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ
ഒരുപാട് പൊതുവായിട്ടുള്ള ആൾക്കാർ വരുന്നിടത്തൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തോണ്ടായിരിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ നല്ല വെൽ നോൺ ആയിട്ടുള്ള പാസ്റ്റേഴ്സൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ അവരിത് സംസാരിക്കുന്ന ആഴമേറിയ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയാത്തോട്ടായിരിക്കത്തില്ല, അറിയാമായിരിക്കും. പക്ഷേ അവർ ഇങ്ങനെയുള്ള പൊതുസമൂഹത്തിനിടയിൽ പറുദീസയെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാത്തത് കൊണ്ടാണോ ഇതെടുത്ത് ഇപ്പോഴും ഈ മരണാനന്തര ശുശ്രൂഷകൾ പ്രസംഗിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു വചനത്തിന് അതിന് ആധികാരികമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ അവിടേക്കല്ല പോകുന്നത് എന്നുള്ളത് അബ്രഹാമിൻ്റെ മടിയിൽ പോയിരിക്കാനുള്ളവരല്ല പുതിയ നിയമ വിശ്വാസികൾ എന്നുള്ളത് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് അത് പഠിപ്പിക്കരുതെന്ന് പ്രസംഗിക്കരുതെന്നല്ല, പഴയ നിയമം വേണമെന്നല്ല, ഇത് വേണം. ഇല്ലെങ്കിൽ എനിക്ക് മീതയുടെ പാതാളത്തെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ല, മണ്ണാന്തരെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പുതിയ നിയമ വിശ്വാസി മരിച്ചു കഴിയുമ്പോൾ അബ്രഹാമിൻ്റെ മടിയിലാണ് പോയി ഇരിക്കുന്നെങ്കിൽ നീ പിന്നെ എന്തൊരു മണവാട്ടിയാ? നിനക്ക് പിന്നെ എന്താ പറ്റി വ്യത്യസ്തതയുള്ളത്? എന്താ? അബ്രഹാമിനേക്കാൾ നിനക്ക് യാതൊരു മാറ്റവുമില്ല. പക്ഷെ എന്നാൽ പുതിയ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായത്തിനും ജീവനുള്ള കലാത്തിനും അബ്രഹാമിനേക്കാൾ നാം ശ്രേഷ്ഠന്മാരല്ലേ? അതെ, അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാണ്. പഴയ വിശുദ്ധന്മാർക്ക് ലഭിക്കാതിരുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ അബ്രഹാമിന്റെ മടിയിൽ പോയിരിക്കുകയാണെങ്കിൽ കുഞ്ഞാടിന്റെ മണവാട്ടി നിനക്കെന്താ പ്രത്യേകതയുള്ളൂ ഇപ്പോഴും അബ്രഹാമിന്റെ മടിയിൽ പോയിരിക്കുകയാണെങ്കിൽ? അല്ല, അങ്ങനെ അബ്രഹാമിന്റെ മടിയിലേക്കല്ല നമ്മളെ കർത്താവ് കൊണ്ടുപോകുന്നത്. അത് ലോകത്തിന്റെ ആരംഭം മുതൽ യേശു കർത്താവ് രക്തം ചിന്തിയ സമയം വരെയാണ് നീതിമാന്മാരായിട്ടുള്ളവരെ സിദ്ധന്മാരുടെ ആത്മാക്കളെയും മീതിയുള്ള പാതാളത്തിൽ കൊണ്ടുപോയിരുന്നത്. എന്നാൽ അതിനൊരു മാറ്റം വരുത്തിയത് കർത്താവിന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കാമെന്ന് പറഞ്ഞ നിറയ്ക്കാൻ വന്നവൻ. പറുദീസ ശൂന്യമായി കിടക്കുകയായിരുന്നു. ഒന്നാമത്തെ പറുദീസയിൽ ആളില്ലായിരുന്നു. രണ്ടാം പറുദീസയിൽ ആത്മാക്കൾ എത്തിയിരുന്നില്ല. മൂന്നാമത്തെ പറുദീസയിലും ആത്മാക്കൾ എത്തിയിരുന്നില്ല. സമുദ്രത്തിൽ ആത്മാക്കൾ എത്തിയിരുന്നില്ല. അതുവരെയുമുള്ള ആത്മാക്കൾ എത്തിയത് മുഴുവനും 3 സ്ഥലങ്ങളിലേക്കായിരുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളിലായിരുന്നു സ്ഥലങ്ങളുണ്ടായിരുന്നത്. മീതെയുള്ള പാതാളം, അധമ പാതാളം, നരകം. ഈ 3 സ്ഥലങ്ങളായിരുന്നു ഈ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്, അവൻ ക്രൂശിൽ മരിക്കുന്നവരെയുള്ള സമയത്തുണ്ടായിരുന്ന മരണാർത്ഥ നിരകൾ. അപ്പോൾ നിറയാതെ കടന്നിരുന്ന മരണാനന്ത നിരകളായിരുന്നു സമുദ്രം. ഒന്നാമത്തെ സ്വർഗം, പറുദീസയിലെ ഒന്നാം സ്വർഗം ശൂന്യമായി കിടക്കുകയായിരുന്നു. രണ്ടാമത്തെ സ്വർഗം ശൂന്യമായി കിടക്കുകയായിരുന്നു. മൂന്നാമത്തെ സ്വർഗം ശൂന്യമായി. പക്ഷേ ഇതൊക്കെ ദൈവം ഉണ്ടാക്കിയത് നിറയ്ക്കാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ ഞാൻ വായിക്കുമ്പോൾ എന്താണ് നിറയ്ക്കുന്നുള്ളത് എന്ന് രാത്രിയിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ വചനത്തിൻ്റെ പഠനം കൃത്യമാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. യേശു കർത്താവ് സകലത്തെയും നിറയ്ക്കുന്നവനാണെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് കുറഞ്ഞുപോയ അരി നിറയ്ക്കുന്ന ഏലിയാവിൻ്റെ സമയത്ത് സംഭവിച്ചു പോലുള്ള, എലീശയുടെ സമയത്ത് സംഭവിച്ചു പോലുള്ള കുറവുകളെ പരിഹരിക്കുന്ന, കാനാവിലെ കല്യാണത്തിൻ്റെ കുറവ് പരിഹരിച്ച കർത്താവ് നമ്മുടെ ഭൗതിക വിഷയങ്ങളെ പരിഹരിക്കുന്നതല്ല, നിറയ്ക്കാന്നല്ല പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേഴ്സിലെ പൈസ തീർന്നു പോയാൽ അത് വന്ന് നിറയ്ക്കുന്ന ഒരു പ്രവൃത്തി പ്രവാചകന്മാരെ കൊണ്ട് കർത്താവ് ചെയ്തെടുക്കാൻ പറ്റും. കലത്തിലെ മാവ് തീരാതെയും കണ്ണിലെ എണ്ണ കുറഞ്ഞു പോകാതെയൊക്കെ ദൈവത്തിന് വചനം പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ നിറയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു പറുദീസ. അങ്ങനെ നിറയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു സമുദ്രത്തിലെ മണ്ണാർന്നര. അത് നിറയപ്പെടണമെങ്കിൽ പ്രവാചകന്മാർ വന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ യേശു വരേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കലത്തിലെ മാവ് നിറയ്ക്കാൻ പ്രവാചകന്റെ വാക്കുമതി. ഭരണിയിലെ എണ്ണ നിറയ്ക്കാൻ പ്രവാചകന്റെ വാക്കുമതി. ദൈവം പറഞ്ഞാൽ മതി. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ സമാധാനം കുറഞ്ഞു പോയാൽ നിറയ്ക്കാൻ ഒരുപക്ഷെ ഒരു പാട്ട് കേട്ടാൽ മതിയാകും. തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. എത്ര പേരാ നല്ല നല്ല പാട്ടൊക്കെ കേട്ട് സമാധാനം കിട്ടുന്നറിയാമോ? അതുകൊണ്ട് കിട്ടുന്നു, പക്ഷെ താൽക്കാലികമാണ് അല്ലേ? അങ്ങനെയാ. ചിലർ പാട്ടൊക്കെ കേട്ട് ഉറങ്ങും എന്ന് പറഞ്ഞാൽ നല്ല പാട്ടൊക്കെ കേട്ട് ഉറങ്ങും, ഒരാശ്വാസം, ഒരു സമാധാനം. ചില സിനിമയ്ക്കൊക്കെ പോകുന്നതിന് വേണ്ടിയാണ്, ടെൻഷൻ ഒന്ന് റിലീസാകാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ആത്മാവിൽ പാടുന്നു, സന്തോഷിക്കുന്നു, അതിനകത്തിൽ ആനന്ദിക്കുന്നു. അതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത നമ്മൾ കാണാതിരിക്കുന്നത്. ലോകത്തിൻ്റെ ആൾക്കാർക്ക് റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പല മാധ്യമങ്ങളും ഉണ്ട്. അവരത് ചെയ്യട്ടെ,
ഞാനതിനെ പറയത്തില്ല, കാരണം തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം ലഭിക്കത്തില്ല. പക്ഷേ ഇവിടെ ഈ ദൈവം നമ്മളെ നിറയ്ക്കുക എന്നതിൻ്റെ അർത്ഥം, കർത്താവ് ഇവിടെ നിറച്ചത് എന്താകുന്നുവെന്ന് ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നതിനാൽ ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു. സകലത്തെ നിറയ്ക്കണം. ഏത് സകലത്തെ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ വേക്കൻ്റായി കിടന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, അത് നിറയ്ക്കാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് കരയേറിയിരിക്കുന്നത്, പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിറയ്ക്കേണ്ടതിനെ നിറയ്ക്കാൻ വേണ്ടി, നിറച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടിയാണ്. അതിൽ നമ്മൾ മരണാന്തരകളെ കുറിച്ച് പഠിക്കുമ്പോൾ 3 മരണാന്തരകളായിരുന്നു ലോക ആരംഭം മുതൽ കർത്താവിൻ്റെ മരണ സമയം വരെ ഉണ്ടായിരുന്നത്. അത് മീതെയുള്ള പാതാളമായിരുന്നു, അധമപാതാളമായിരുന്നു, നരകമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നീട് ഓരോ നിലകളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകും. നമ്മളിപ്പോൾ മീതെയുള്ള പാതാളത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിനകത്ത് കടന്നുപോയതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അബ്രഹാം എന്തുകൊണ്ട് പാപത്തിൽ മോചനം കിട്ടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം, കർത്താവിനോട് ചെന്ന് മരിച്ചോട് സുവിശേഷം അറിയിച്ചിട്ടാണ് അവരെ ഉദ്ധരിച്ചുകൊണ്ട് ആ സുവിശേഷത്താലാണ് അവർ രക്ഷപ്പെട്ടത്. അപ്പോൾ സുവിശേഷം കൂടാതെ, ക്രിസ്തുവിനെ കൂടാതെ രക്ഷയില്ല. ഇനി 1000 ആണ്ട് വാഴ്ചയിലും യേശു മുഖാന്തരമാണ് രക്ഷ. കർത്താവാണ് തീരുമാനിക്കുന്നത് ന്യായവിധിയിൽ ഉൾപ്പെടുത്തണമോ രക്ഷിക്കണമോ എന്നുള്ളത്. അവൻ്റെ കീഴിലാണ്, ദൈവത്തിൻ്റെ കീഴിലാണ് മനുഷ്യൻ രക്ഷ മുഴുവിയിരിക്കുന്നത്. അതുകൊണ്ട് ന്യായവിധി എല്ലാം കർത്താവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും, പുരാതന കാലത്തെ ലോകത്തിലെ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോഴത്തെ ലോകത്തിലാണെങ്കിലും വരുവാനുള്ള എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വരുന്ന രാജ്യം അഥവാ 1000 ആണ്ട് ആഴ്ചയിലും എല്ലാം ക്രിസ്തു മുഖാന്തരമല്ലാതെ പാപമോചനമില്ല, നീതീകരണമില്ല. എങ്കിൽ മാത്രമേ ന്യായവിധി നിന്ന് വിടുതൽ കിട്ടുകയുള്ളൂ. യേശു ക്രിസ്തുവാണ് റിലീസ് ചെയ്യുന്ന ഒരുവനെ, അവനെ കുറ്റവിമുക്തനാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിറയ്ക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം, ബദ്ധന്മാരെ പിടിച്ചോട് ഉയരത്തിൽ കയറി മനുഷ്യദാനങ്ങളെ കൊടുത്തു. അവൻ സകലത്തെ മീതെ കയറിയവനുമാകുന്നു, സ്വർഗത്തിന് മീതെ കയറിയവനും. അപ്പോൾ ഈ പറയുന്ന വേക്കൻ്റായി കിടന്ന സ്ഥലങ്ങളെ നിറയ്ക്കാൻ യേശു ലോകത്തിൽ വന്നു. അവൻ മരിച്ചടക്കപ്പെട്ടതുകൊണ്ട് ബദ്ധന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പോയപ്പോൾ അതിൽ ഒരു കൂട്ടരെ, നിത്യജീവന് യോഗ്യതയുള്ളവരെ, ജീവവസ്തു പേരുണ്ടായിരുന്നവരിൽ നിത്യജീവന് യോഗ്യതയായിട്ടുള്ളവരെ കർത്താവ് അവരെ സമുദ്രത്തിലെ മരണാന്ത നിരയിലാക്കി. ഇവരെ ഉണ്ടെന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. സമുദ്രത്തിൽ മരണാന്തരയുണ്ട്. നിങ്ങളാരും ബൈനോക്കുലർ കൊണ്ടുപോയി വെച്ചോ, അല്ലെങ്കിൽ സ്കൈ ഡൈവേഴ്സിനെ കൊണ്ട് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ അത്യാധുനികമായിട്ട് റഡാർ ഉപയോഗിച്ച് നോക്കിയോ ഒന്നും സമുദ്രത്തിലെ മരണാന്തരയെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. സമുദ്രം തങ്ങളുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവവസ്തുവിൽ പേര് നിലനിൽക്കപ്പെടുന്നവരാണെന്നുള്ളത് കഴിഞ്ഞ ചിന്തിച്ചതുകൊണ്ട് ആ സംശയത്തിന് ഇനി ഒരിക്കലും ഒരു സ്ഥാനം കൊടുക്കരുത്. സമുദ്രത്തിലേക്ക് എപ്പോഴാണ് ആത്മാക്കൾ പ്രവേശിക്കപ്പെട്ടു തുടങ്ങിയത്? മീതെയുള്ള പാതാളത്തുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിയപ്പോൾ കർത്താവ് നിത്യ യോഗ്യതയുള്ളവരെ അവരെ രണ്ടായിട്ടാണ് കൊണ്ടുപോയത്. അതിൽ ആ നിത്യ യോഗ്യതയുള്ളവരെ സമുദ്രത്തിലാക്കി. ഒന്നാമത്തെ സ്വർഗത്തിൽ, പരദീസിലെ 1-ാം സ്വർഗത്തിൽ ഇരിപ്പാൻ യോഗ്യതയുള്ളവരെ കൊണ്ട് ഉയരത്തിൽ കയറി അവൻ അവരെ 1-ാമത്തെ സ്വർഗത്തിലേക്ക് ആക്കുകയും ചെയ്തു. അപ്പോൾ മരണാന്തരകൾ നിറയപ്പെടാൻ തുടങ്ങി. 2ഉം 3ഉം സ്വർഗങ്ങൾ അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിയ നിയമ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പുതിയ നിയമസഭയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി ദൈവം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റ് എവിടാന്ന് ചോദിച്ചാൽ, മരണാനന്തരം എത്തേണ്ടത് 2-ാമത്തെ സ്വർഗം അല്ലെങ്കിൽ 3-ാമത്തെ സ്വർഗം. ഏറ്റവും ശ്രേഷ്ഠകരമായ നിലവാരത്തിലാണെങ്കിൽ 3-ാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അല്ല അതിലും താഴെയുള്ള കന്യകമാരാകുന്ന നിലവാരത്തിലാണെങ്കിൽ 2-ാമത്തെ സ്വർഗത്തിലേക്കായിരിക്കും മരണാനന്തരം പ്രവേശിക്കുന്നത്. എന്നാൽ നിത്യജീവന് മാത്രമാണ് നമ്മൾ യോഗ്യരാണെങ്കിൽ, അത് പഴയ നിയമവിശ്വാസിയെന്നോ പുതിയ നിയമവിശ്വാസിയെന്നോ വ്യത്യാസമില്ല. ജീവവസ്തുവിൽ പേരെഴുതപ്പെട്ടതായതുകൊണ്ട് അവരെ വെക്കുന്നത് സമുദ്രത്തിൽ നിന്ന് മരണാന്തരയിലേക്കായിരിക്കും. അപ്പോൾ ഈ പറയുന്ന മരണാന്തരകൾ 7 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 3 നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ ഓർപ്പിച്ചു.
അപ്പോൾ നമ്മൾ പഠിച്ചത് മീതെയുള്ള പാതാളം, അഥവാ പാതാളം, അതുപോലെ നരകം ആണ് മരണമാണ് നരകം. അതിൽ മീതെ പിന്നീട് നമ്മൾ പഠിച്ചത് കഥ ഉദ്ധരിച്ചുകൊണ്ട് പോയപ്പോൾ സമുദ്രത്തിൻ്റെ വാതിലുകളെ ദൈവം തുറന്നു. അവിടെ നിത്യ യോഗ്യതയായിട്ടുള്ളവരെ പ്രവേശിപ്പിച്ചു. അന്ന് മുതൽ ഒടുക്കത്തെ നാൾ വരെ നിത്യ യോഗ്യതയുള്ളവർ അവിടേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്. കഥാവ് അവരെ ഉദ്ധരിച്ചുകൊണ്ട് പോയപ്പോൾ ഒന്നാമത്തെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് അവിടെ കഥാവിലൂടെ മരിച്ച വ്യക്തി ഉൾപ്പെടെ ഇവിടെ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പോയ എല്ലാവരും കൂടി അവിടേക്ക് പ്രവേശിച്ചു. ഒന്നാമത്തെ സ്വർഗത്തിൽ ആത്മാക്കൾ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 2, 3 സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാനുള്ള യോഗ്യത അത് സഭയുടെ, പുതിയ നിയമസഭയുടെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം റിസേർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് പുതിയ നിയമ. അതല്ലാതെ അതിന് അബ്രഹാമിൻ്റെ മടിയല്ല. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ മരിച്ചു പോകുന്നൊരു വിശുദ്ധൻ, ദൈവസഭയുടെ അംഗം മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൻ പോകുന്നത് സമുദ്രത്തിലുമാകുന്ന ഭാണ്ഡാതിരി നിത്യ യോഗ്യതയാണെങ്കിൽ, 60 മേനിയാകുന്ന ചന്ദ്രദേശനോട് ബന്ധത്തിലുള്ള കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ തോഴിമാരുടെ ഗണത്തിലേക്ക് ഉൾപ്പെടാനുള്ളതാണെങ്കിൽ പരദേശ 2ാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും. നിർമ്മലകന്യകയായി കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി അതിശ്രേഷ്ഠമായ നിലയിലേക്കാണെങ്കിൽ 3ാമത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും. മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഒരൊറ്റ നില കൂടിയുള്ളത്. ഇപ്പോൾ നമ്മൾ പഠിച്ചു 3 നിലകൾ പഠിച്ചു. സമുദ്രത്തെക്കുറിച്ച് പഠിച്ചു. സമുദ്രം 1ാം സ്വർഗം, 2ാം സ്വർഗം, 3ാം സ്വർഗം, 4 പഠിച്ചു. 4, 3, 7. ഇനി പഠിക്കാനുള്ളത് ഏതാണുള്ളത്? ഭൂമിക്ക് കീഴെന്നുള്ളതാണ്. എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിലുള്ള 3 സമയത്തെ രക്തസാക്ഷികളുടെ ആത്മാക്കളെ വെക്കുന്നതാണ് ഭൂമിക്ക് കീഴിൽ. അപ്പോൾ ലോകാരംഭം മുതൽ ഒടുക്കത്തെ നാൾ വരെ മരിച്ചു പോകുന്ന വിവിധ നിലകളിലുള്ള മനുഷ്യരുടെ ആത്മാക്കളെ ദൈവം എവിടെ വെക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ വിശദീകരണമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. എവിടേക്കാണ് മനുഷ്യൻ മരിച്ചാൽ പോകുന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ടല്ലോ. നമുക്കുണ്ട്, ഉത്തരമുണ്ട്. എവിടേക്കാണ് പോകുന്നത്? ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാം. നിങ്ങൾ ചോദിക്കുക 1000 ആണ്ടിൽ മനുഷ്യൻ മരിച്ചാൽ എവിടേക്ക് പോകും? രാത്രി വിളിച്ച് ചോദിക്കുക, 12 മണിക്ക് വിളിച്ച് ചോദിക്കുക, 1000 ആണ്ടിൽ ഒരാൾ മരിച്ചാൽ എവിടേക്കാണ് പോകുന്നത്? ചിലർക്ക് പറയാൻ സാധിക്കും 1000 ആണ്ട് വാഴ്ചയിൽ നിത്യ യോഗ്യതയുള്ളവർ ഒന്നുകൂടി നില കാണും, സമുദ്രത്തിലേക്ക് പോകും. നരകത്തിലേക്ക് പോകാനുള്ള കഠിനഭാവികളുണ്ടായിരിക്കും. പാതാളത്തിലേക്ക് പോകുന്നവർ അഥവാ 3 നിലകൾ കാണും. എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്ത് മരിച്ചു പോകുന്ന വിശുദ്ധന്മാർ എവിടെ പോകും? ഉത്തരമുണ്ട്. ഭൂമിക്ക് കീഴിലേക്ക് പോകും. യാഗപീഠത്തിന് കീഴിൽ അവിടെ ആത്മാക്കളെ കാണും, അവിടെ വയ്ക്കും. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? പുതിയ നിയമസഭയുടെ ശേഷിപ്പിൽപ്പെടുന്ന വിശുദ്ധന്മാർ രക്തസാക്ഷികളായിത്തീരും. അവരവിടെ വയ്ക്കും. അടുത്ത ചോദ്യം, ആരാണ് സഹഭക്തന്മാർ, ആരാണ് സഹോദരന്മാർ? സഹോദരന്മാർ എന്നുള്ളത് സഭയോടുള്ള ബന്ധത്തിലുള്ള രക്തസാക്ഷികളാണെന്ന് പറയുമ്പോൾ സഹഭക്തന്മാർ എന്നുള്ള പഴയ നിയമത്തിലുള്ള ബന്ധത്തിൽപ്പെടുന്ന ഇസ്രായേലിന് 144,000 പഠിപ്പിക്കാം. അവരെവിടെയാണ് അവരെ വയ്ക്കുന്നത്? 3.5 വർഷത്തേക്ക് എതിർ ക്രിസ്തു ഭരണത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള എവിടെയാണ് വയ്ക്കുന്നത്? ഭൂമിക്ക് കീഴിലാണ്. അപ്പോൾ ചോദിക്കും, ഇതിനു മുമ്പ് യേശു മരിച്ചപ്പോൾ എന്താണ് പഴയ നിയമത്തിലുള്ളവർക്ക് പ്രയോജനമുണ്ടായത്? അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടു? അവരെങ്ങനെയാണ് വിടിവെച്ചത്? യേശു മുഖാന്തരമാണോ രക്ഷയെന്ന് ചോദിക്കാം. ഇത് ചോദിക്കാറില്ലേ? 2000 വർഷം മുമ്പ് യേശു മരിച്ചോണ്ട് എനിക്കെന്താ പ്രയോജനം? ഒരു മനുഷ്യൻ 2000 വർഷം മരിച്ചു, അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ, അല്ല അതിന് മുമ്പ് മരിച്ചു പോയവരെ എന്ത് പ്രയോജനം ക്രിസ്തു മുഖാന്തരം ചോദിക്കുമ്പോൾ വ്യക്തമായി ബൈബിൾ പറയുന്നു, ബദ്ധന്മാരായിരുന്നവർ, പാപത്തിന് മോചനം കിട്ടിയിരുന്നില്ല. അവരെ ഉദ്ധരിക്കാൻ വേണ്ടി യേശു മരിച്ചോട് സുവിശേഷം അറിയിച്ചു. മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്നവരെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക് കയറി. അപ്പോൾ യേശു ക്രിസ്തു അവർക്കും രക്ഷിതാവാണ്. സകല മനുഷ്യരുടെയും രക്ഷിതാവ്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ഏകദൈവം കൊണ്ട് നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷാവ് എന്ന് പറയുമ്പോൾ ആദമിക വംശത്തിൽപ്പെടുന്ന സകല മനുഷ്യന്റെയും രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. രാത്രിന്റെ സംശയം മാറിയതിന് വിശ്വസിക്കുന്നു. പഴയ അബ്രഹാം രക്ഷിക്കപ്പെട്ടത്, അബ്രഹാമിന്റെ പാപം മോചിക്കപ്പെട്ടത്, അബ്രഹാം അവൻ വിശുദ്ധന്മാരുടെ പദവിയിലേക്ക് അവൻ ഉയർത്തപ്പെട്ടത് കർത്താവ് അവനെ ഉദ്ധരിച്ചപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇവരെ മീതെയുള്ള പാതാളത്തിൽ വെച്ചപ്പോൾ അവരുടെ പേരുകൾ ദൈവം രേഖപ്പെടുത്തിയിരുന്നത് ജീവന്റെ പുസ്തകത്തിലായിരുന്നു. ഇവിടുന്ന് ഇവരെ ഉദ്ധരിച്ചുകൊണ്ട് പോയപ്പോൾ കർത്താവിന്റെ കയ്യിൽ രജിസ്റ്റർ ഉണ്ടായിരുന്നു. സമുദ്രത്തിലേക്ക് പോകുന്നവരുടെ രജിസ്റ്റർ എഴുതുന്നതാണ് ജീവപുസ്തകം. അത്
ബേസിക് പുസ്തകം അതിലേക്ക് ദൈവം രേഖപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് പോകാനുള്ളവരാണ് ഈ ജീവവസ്തുവുള്ളവരെ വെച്ചിരുന്നത് മീതെയുള്ള പാതാളത്തിലായിരുന്നു. അവരെ സമുദ്രത്തിലേക്കാക്കി ഇപ്പം നമ്മൾ കാണുന്ന ജീവവസ്തുത്തിൽ അവരുടെ എഴുതി പാതാളത്തിലേക്ക് മീതെയുള്ള പാതാളത്തിൽ വെച്ചിട്ട് പോയപ്പോൾ സമുദ്രത്തിലെ പുസ്തകം എഴുതപ്പെടാൻ തുടങ്ങി. ജീവന്റെ അവിടെ അതിലേക്ക് ആ പുസ്തകത്തിലേക്ക് സമുദ്രത്തിലുള്ളവരുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ജീവപുസ്തകമാണ്. ജീവപുസ്തകത്തിന്റെ അവിടെ സ്ഥലം മാറി, പുസ്തകത്തിൽ അവിടെ പേരുണ്ടായിരുന്നു, അവരുടെ പ്ലേസ് മാറി. മീതെയുള്ള പാതാളത്തിന് അവർ പ്രൊമോട്ട് ചെയ്ത് അവരെ സമുദ്രത്തിൽ കൊണ്ടിയാക്കി. ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുള്ള സ്ഥലത്ത് അവരെ കൊണ്ടിയാക്കി. അതുവരെയും പാതാളത്തിൽ പർദീസിൽ ആരുമില്ലായിരുന്നു. പർദീസയുടെ പുസ്തകം എഴുതപ്പെടാൻ തുടങ്ങി. ഒന്നാമത്തെ പർദീസ പുസ്തകത്തിന്റെ പേരെഴുതപ്പെടാൻ തുടങ്ങി. അബ്രഹാം, ഹാബേൽ ഉൾപ്പെടെയുള്ള സകല വിശുദ്ധന്മാരുടെ പേര് അതിനകത്ത് എഴുതപ്പെടാൻ തുടങ്ങി. എന്നാൽ ദൈവസഭയുടെ ആരംഭം മുതലാണ് രണ്ടാം സ്വർഗത്തിലും മൂന്നാം സ്വർഗത്തിലൂടെ പേരുകൾ എഴുതപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ ആരെവിടെ മരിച്ചെന്ന് ചോദിച്ചാൽ, ഏത് രാത്രിയിൽ എഴുന്നേറ്റ് ആര് ചോദിച്ചാലും ഉത്തരം പറയണം ഇപ്പോൾ മരിച്ചവർ എവിടെയാണെന്നുള്ളത്. അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ അകത്തേക്ക് വീണതിന് വേണ്ടിയാണ് റിപ്പീറ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത്, ആവർത്തിച്ച് പറഞ്ഞതിന് വേണ്ടിയാണ്. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ലോകത്തിന്റെ ആരംഭം മുതൽ ക്രിസ്തു യേശു വരെ മരിച്ചുപോയ വിശുദ്ധന്മാർ എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം അവര് മീതിയുള്ള പാതാളത്തിലായിരുന്നവരായിരുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമായിട്ട് അവരെ വിമോചിപ്പിച്ച് അവരെ നിത്യജീവന യോഗ്യതയുടെ സമുദ്രത്തിലും അതിൽ ശ്രേഷ്ഠന്മാരെ സിദ്ധന്മാരുടെ ആത്മാക്കളെ പർദീസിലും ഒന്നാം സ്വർഗത്തിലുമാക്കി. സഭ സ്ഥാപിച്ചതിന് ശേഷമായി ആ സഭയുടെ വിശുദ്ധന്മാർ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുമ്പോൾ പറയണം, അതെ, അവരിൽ നിത്യജീവന യോഗ്യതയുള്ളവർ ഇപ്പോൾ പ്രവേശിച്ച സമുദ്രത്തിലാണ്. അതിൽ മണവാട്ടിയുടെ തോഴിമാരാകാനുള്ള ഗണത്തിൽപ്പെടുന്നവർ ചന്ദ്രദേശ് പ്രാപിക്കാനുള്ളവർ രണ്ടാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും. നന്മരകളിലേക്ക് പെടാനുള്ള സൂര്യദേശമുള്ളവർ മണ്ണാന്ന് പ്രവേശിക്കുന്നത് മൂന്നാം സ്വർഗത്തിലേക്കാകുന്നു. പാപികൾ അധമപാതാളത്തിലും കഠിനപാപികൾ നരകമാകുന്ന മണ്ണത്തിലേക്ക് പോകുന്നുണ്ട് പഠിപ്പിക്കണം. ഏത് ക്രിസ്തു മണ്ണത്തിലുള്ളവരെ കുറിച്ച് നമുക്കറിയാം. ഭൂമിക്ക് കീഴിൽ യാഗപഴത്തിന് കീഴിൽ. ഞാൻ ചോദിക്കട്ടെ, എല്ലാം കൂടി അവിയൽ പോലെ അല്ല വെച്ചിരിക്കുന്നത്. ഓരോ നിരകളെയും വ്യത്യസ്തമായി ദൈവം നേരത്തെ പണിത് വെച്ചിരുന്നു. അവിടേക്ക് നിറയ്ക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ലോകത്തിൽ വന്ന് അവന്റെ രക്തം ചീന്തി നിറയപ്പെടാനുള്ള ആദ്യമായി നിറയപ്പെടുന്ന നിറയേതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാതെ വിളിച്ചു പറയണം, അതെ, മൂന്നാമത്തെ സ്വർഗമാണ് ആദ്യം നിറയപ്പെടാൻ പോകുന്നത്. ആ മൂന്നാമത്തെ സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൽ കണക്കൊണ്ട് എത്ര പേർ പ്രവേശിക്കപ്പെടണമെന്ന്, അത് നിറയപ്പെടുമ്പോൾ ഭൂമിയിൽ നിന്ന് ഇവിടുന്ന് രൂപാന്തരപ്പെടാനുള്ള എണ്ണവും തികയും അപ്പോഴാണ് കർത്താവ് വരുന്നത്. അപ്പോൾ ആദ്യമായി നിറയപ്പെടാൻ പോകുന്നത് മൂന്നാമത്തെ സ്വർഗമാണ്. മൂന്നാമത്തെ സ്വർഗം നിറയപ്പെടാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക. രാത്രി ഞാൻ ഈ സന്ദേശം സംസാരിക്കുമ്പോൾ മൂന്നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണം ദൈവത്തിന്റെ സഭയുടെ ശ്രേഷ്ഠന്മാരായിട്ട് അതിശ്രേഷ്ഠന്മാരായിരിക്കുന്നവരെ മരണാനന്തരം ദൂതന്മാർ അവിടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തികഞ്ഞിട്ടില്ല. ആ എണ്ണം തികയുന്നത് പിതാവാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന മർമ്മമായ രഹസ്യ നമ്പറാണ്. അത് നമുക്കാർക്കും അറിയത്തില്ല. അത് തികയപ്പെടുന്ന സമയത്ത് ഖകളൊന്നൊരിക്കും വിശുദ്ധന്മാർ രൂപാന്തരം, അവര് പുനരുത്ഥാനം പ്രാപിക്കും. അതോടുള്ളവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഈ മീതിയുള്ള പാതാളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അവിടെ ചെന്ന് വീഴുന്നവർക്ക് ഓർമ്മയുണ്ടോ, അവർക്ക് ചിന്തയുണ്ടോ, ദാഹമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം നമ്മളൊന്ന് ചിന്തിക്കുന്നത്. ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താം. 16-ാം അധ്യായം അതിന്റെ 19 വാക്യങ്ങൾ. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാ ധരിച്ചിരുന്ന പട്ടും, അതുപോലെ തന്നെ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. രണ്ട് വ്യക്തികളെ കാണിക്കുക. രണ്ടാമതൊരു വ്യക്തി ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത്
തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. രണ്ടുപേരെ കാണിക്കണം. ഒന്ന്, ലോകത്തിൽ സുഖിച്ചു പൊളച്ച് ജീവിച്ചെടുത്ത് ഈ സുഖമൊക്കെ കൂടിക്കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നും തോന്നത്തില്ല. പിന്നെ ആരാധനയ്ക്ക് മടുപ്പാ. പിന്നെ AC വേണം. എന്തെല്ലാം ബുദ്ധിമുട്ടാണെന്നറിയാമോ? പണ്ട് തറയെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചവരൊക്കെയാ. ഒരു AC ഇല്ലായിരുന്നു, ഒരു ഫാൻ പോലും ഇല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര ചൂടാ ചിലർക്കൊക്കെ. ഞാൻ അധികം പറയുന്നില്ല. AC ഉള്ള ഹോളിലെ ആരാധിക്കുകയുള്ളൂ. അഹങ്കാരമൊന്നും വേണ്ട. ആർക്കും ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് കുഴപ്പമൊന്നുമില്ല. പണ്ട് പായൽ കുത്തിയിരുന്നതാ, പ്രാർത്ഥിച്ചതാ. പണമായി കഴിയുമ്പോഴത്തേന് അഹങ്കാരം, ഞാൻ AC വെക്കരുതെന്ന് പറഞ്ഞത്. എനിക്ക് ദൈവം ഉണ്ടെങ്കിൽ ഞാൻ AC വെക്കും. ആരാധിക്കുന്നത് നന്നായി സൗണ്ട് പ്രൂഫ് ചെയ്ത് AC വെച്ച് ആരാധിക്കണം. പക്ഷേ അല്പസമയം 5 മിനിറ്റ് കൂടിയാൽ പിന്നെ പ്രഷറും ഷുഗറും എല്ലാം ആയിട്ട് പൊട്ടിപ്പോകുന്ന പറയുന്നത്. ഇപ്പം ചില പറയും ചത്തു വീഴുമെന്ന് പറയുന്നത്. ഇപ്പൊ 5 മിനിറ്റ് പാസ്റ്റർ പ്രസംഗിച്ച് നീണ്ടുപോയാൽ. കൃത്യം 1 മണിക്ക് മീറ്റിംഗ് നിർത്താൻ വേണ്ടി ബെല്ലടിക്കാൻ വേണ്ടി ആളെ ഏർപ്പെടുത്തിയിരിക്കുക. സമയം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അഹങ്കാരം കൂടിയതുകൊണ്ട് പറയുന്നതാ. പണ്ടങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. കപ്പും സോസറും വേണം കത്രിമേശ നടത്താനായിട്ട്. അഹങ്കാരത്തെ കൈ കഴുകിപ്പോയി. AC വേണ്ടെന്നോ കസേര വേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വേണം, ഇതെല്ലാം വേണം, നമുക്കെല്ലാം വേണം. പക്ഷേ ആഡംബരത്തിൽ നിന്ന് മതിമറക്കാനുള്ള സ്ഥലമല്ല ആരാധന സ്ഥലം. കണ്ണുനീർ പൊഴിച്ച് ദൈവത്തിന് സ്തോത്രം പറയാനുള്ള സ്ഥലമാ ആരാധന. അല്ല നിന്നെ അവിടെ ഇരുത്തി സുഖിപ്പിക്കാനുള്ള സ്ഥലമല്ല ആരാധന സ്ഥലം. ഞാൻ എതിരല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ദൈവകൃപ തന്ന സാമ്പത്തികം തന്നു കഴിഞ്ഞാൽ ഞാനും AC സൗണ്ട് പ്രൂഫ് ചെയ്ത് AC ഹോള് തന്നെ പണിയുള്ളൂ. പക്ഷെ എനിക്ക് അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. രാത്രിയിൽ എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് AC വേണ്ട. മരുഭൂമിയിൽ പോയാലും തണുപ്പുള്ളിടത്ത് പോയാലും ആരാധിക്കണം, പ്രാർത്ഥിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരിക്കണം. ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ആത്മീയ കാര്യത്തിൽ സുഖിച്ചു പൊളച്ചു കഴിയുമ്പോഴാണ് ഇതൊക്കെ പലർക്കും ആവശ്യമായി വരുന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന സാഹചര്യം എന്താണോ അതിലങ്ങ് തൃപ്തിപ്പെടണം. AC ഉണ്ടെങ്കിൽ സന്തോഷം, ഫാനാണെങ്കിൽ സന്തോഷം, ഇനി അതില്ലെങ്കിലും സന്തോഷം. നമ്മളവിടെ ദൈവത്തെ ആരാധിക്കേണ്ടത് ആരാധിക്കുക. കറണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നിർത്തി ഇറങ്ങിപ്പോകരുത്. വലിയ നരകാഗ്നിന്നാണ് നമ്മളെ ദൈവം വിടിവിക്കുന്നത്. അവിടെ ആര് കൊണ്ട് AC ഫിറ്റ് ചെയ്യും? ആരവിടെ വരും നിനക്ക് കൂളർ ഫിറ്റ് ചെയ്യാനായിട്ട്? ആര് വീശാൻ ഇതേക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുഖിച്ച് ദൈവം തരുന്ന സുഖം നമുക്ക് വേണം. ലോകത്തിൽ തരുന്ന നല്ല വസ്ത്രം ധരിക്കണം, ഒരിക്കലും ധരിക്കാതിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ധരിക്കണ്ട. പക്ഷേ അങ്ങനെ തീരുമാനമൊന്നും എടുക്കാതെ ദൈവം തരുന്നത് കാറാണെങ്കിൽ ഉപയോഗിക്കുക. ഏറ്റവും നല്ല കാറാണ്, അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്താണോ ദൈവം തരുന്നത് സ്വന്തം ചെയ്ത് ഉപയോഗിക്കുക. അതൊക്കെ വേണം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ധനവാൻ എന്ന് പറഞ്ഞാൽ പട്ടും ഒക്കെ അവൻ ആഡംബരത്തോടെ അവൻ സുഖിച്ചുകൊണ്ടിരുന്നു. അവനെക്കുറിച്ചുള്ള ചിന്ത അവൻ്റെ കുടുംബത്തെക്കുറിച്ചല്ലാതെ പഠിപ്പുരയ്ക്കൽ കിടന്ന ആ ദരിദ്രനായിരിക്കുന്ന ലാസറിനെ കുറിച്ച് ഒരു ചിന്ത അവനില്ലായിരുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദരിദ്രനായിരിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. അല്ലാതെ പണക്കാരനായതുകൊണ്ടല്ല ദൈവനെ നരകത്തിൽ തള്ളിയത്. ഇവൻ വീഴുന്ന തിന്ന് വിശപ്പെടുവാൻ ആഗ്രഹിച്ചു. വേറെ അവന് വേണ്ടായിരുന്നു, എൻ്റെ ആഹാരം അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഈ ധനവാനായിരിക്കുന്നവൻ തിന്നു പൊളയ്ക്കുമ്പോൾ അവൻ്റെ അടുത്ത് കിടക്കുന്ന വ്രണം നിറഞ്ഞ ആ വല്ലാതെ ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഇവനെ കാണാൻ അവന് കഴിഞ്ഞില്ല. കാരണം അവൻ്റെ അഹങ്കാരത്തിൻ്റെ കണ്ണുകൾ കൊഴുത്തിരുന്നത് കൊണ്ട് അവന് സാധാരണക്കാരനെ കാണാൻ കഴിയാതെ പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമുക്ക് ദൈവം തരുന്ന സമ്പത്ത് ദൈവം തരുന്ന ദാനമാണ്, അത് ആവശ്യമാണ്, അത് ദൈവം തരുന്നതാ. നമുക്ക് അത് വേണ്ടത് തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി തന്നിരിക്കുന്നത്. പക്ഷേ നാം സുഖിച്ചു പൊളച്ച് ജീവിക്കുമ്പോൾ ഇതില്ലാത്ത പാവങ്ങളെ മറന്നു കളയുന്നതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പഠിപ്പിച്ചപ്പോൾ, ദരിദ്രന്മാരെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പൗലോസിനോട് മർമ്മം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞറിയാവോ? ദരിദ്രരെ മറന്നു കളയരുതെന്ന് പറഞ്ഞു. ദരിദ്രരെ മറന്നു കളയരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ധനവാൻ ഇവൻ, എന്നാൽ അവന് ആരുടെയും കൈവശം കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. മിച്ചം വരുന്ന ആഹാരമാണെങ്കിൽ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. അതുപോലും കൊടുത്തില്ല. അതിന് ആഗ്രഹത്തോടെ കിടക്കുക, കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. ഇങ്ങനെ പറഞ്ഞത്, കിടന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. ഇവിടുത്തെ മണവും അതൊക്കെ ഇവന് മൂക്കി വന്ന് അടിക്കുന്നുണ്ട്. നന്നായ ഭയങ്കരം എണ്ണ പൊരിച്ചതും വലതും നല്ല ആഹാരത്തിന്റെ സ്മെല്ല് വെളി വരുന്നുണ്ട്. ഇവൻ വിചാരിക്കുക, തിന്നിട്ട് ശേഷിച്ച് വീഴുന്നതിന്റെ അംശമെങ്കിലും എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വിശപ്പടക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ തരുമ്പോൾ ധാരാളിത്തമായ ആഡംബരത്തിലേക്ക് നാം ചിന്തിക്കാതെ നമ്മയെക്കാൾ കുറവുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള, ആരും അറിയാതെ എത്തിക്കാനുള്ള ഒരു ദൗത്യം കൂടി ദൈവാത്മാവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ദരിദ്രരെ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത്. ഇന്നത്തെ സഭകളിൽ ആൾക്കാർ നോക്കുന്നത്, പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, അതെ, പണമുള്ളവർക്ക് വേണ്ടി പ്രത്യേക സ്ഥാനങ്ങളൊക്കെ വേണം. ഞാൻ പറഞ്ഞല്ലോ, അവരെ ബഹുമാനിക്കണം. ബഹുമാനം കൊടുക്കേണ്ടക്കെല്ലാം ബഹുമാനം കൊടുക്കണം. നടന്നു വരുന്ന ഒരുത്തനെ നടന്നു വരുന്നത് കൊണ്ട് അവനെ അംഗീകരിക്കാതിരിക്കരുത്. ചില വിചാരിക്കുന്ന വലിയ ചർച്ചകളൊക്കെ ചെല്ലുമ്പോൾ ഈ പാവങ്ങളെ തിരിച്ചുകൊടും, അങ്ങോട്ട് പോക്കണം പറയും. പണക്കാർ വന്നാൽ അവരെല്ലാം അങ്ങോട്ട് എടുക്കും. സമ്പത്തിന്റെ സ്കെയിലിൽ അളന്ന് സഭയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ നോക്കിയാൽ ദൈവം കൈയൊഴിയും. ദൈവത്തിന് പണക്കാരനൊന്നോ പാവപ്പെട്ടുണ്ട്, അതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നതാ. ഞാൻ പൊതുവെ പറയുന്നത്, എനിക്കറിയാം ഇന്ന് ഈ നടക്കുന്ന പല സ്ഥലങ്ങളിൽ ഇതിന് വിവേചനമുണ്ട്. പക്ഷേ നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ അങ്ങനെ ഒരു വേർതിരിവില്ലാത്തതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ചിന്തയും ധാരണയും ഒക്കെ ഉള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ അർഹതപ്പെട്ടവനായിരുന്നു. അർഹതപ്പെട്ടവന് കൊടുക്കണം, കളിപ്പിക്കുന്നതിന് കൊടുക്കണ്ട. കളിപ്പിക്കുന്ന ആർക്കും കൊടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, കളിപ്പിക്കുന്നവർക്കല്ല. ഒരുവന് അർഹതപ്പെട്ടവനാണെങ്കിൽ അവന് വേണ്ടി കൈ തുറക്കണം. ഇവിടെ ഇവൻ അർഹതപ്പെട്ടവനായിരുന്നു. ഈ ദരിദ്രനായിരിക്കുന്ന ലാസർ ദൈവത്തിന്റെ കണ്ണിന്റെ ദൃഷ്ടിയുണ്ടായിരുന്നു. ഇവനോട് വിശന്ന് പൊരിയുമ്പോൾ, ഭാരപ്പെടുമ്പോൾ അവനെ കണ്ടിരുന്നു. അവൻ അർഹതപ്പെട്ടവനായിരുന്നു സഹായത്തിന്. അവന്റെ ആ ധനവാനവനെ സഹായിക്കാമായിരുന്നു. അവൻ വിചാരിച്ചു കാണും, ഇവനൊരു പുഴുവല്ലേ, ഇവന് എന്താ വലിയ വിലയൊക്കെ വിചാരിച്ചു കാണും. ഇവൻ വിചാരിച്ചത് എല്ലാം അവൻ്റെതാണ്, ദൈവം അവനെ സ്നേഹിക്കുന്നതെല്ലാം കൊടുത്തെന്നാണ് വിചാരിച്ചത്. ഇവനെ ദൈവം സ്നേഹിക്കാത്തതുകൊണ്ട് ഇങ്ങനെ വ്രണമൊക്കെ ഇട്ടിരിക്കുകയെന്ന് വിചാരിച്ചത്. തെറ്റിപ്പോകരുത് കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിന് ഉദ്ദേശമുണ്ട് ഓരോരുത്തരെ കുറിച്ചും. ധനവാൻ വിചാരിച്ച്, ഞാൻ നല്ലവനായതുകൊണ്ട് ദൈവം ഞാൻ അനുഗ്രഹിച്ചു, എനിക്കിതെല്ലാം ഉണ്ട്, ഇതൊന്നും ഇല്ലാത്ത ദരിദ്രനായിരിക്കുന്നവൻ അവൻ അങ്ങനെ കിടക്കട്ടെ, അത് ദൈവത്തിന്റെ കോപം അവൻ്റെ മേലുണ്ടെന്നുള്ള ചിന്താഗതിയായിരിക്കണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവൻ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവന്റെ ചിന്താഗതികൾ അങ്ങനെ ആയപ്പോൾ ഇവനെ കാണാൻ കഴിയാതെ പോയി. നമുക്ക് ദിവസങ്ങളിൽ കണ്ണുകൾ തുറക്കണം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന് വേണ്ടി ചെയ്യണം. കർത്താവിൻ്റെ തലയിൽ ആ വലിയേറിയ
സ്വച്ഛ ജഡമാംസി തൈലം ഒഴിച്ചപ്പോൾ അന്നേരം അവിടെ കുറ്റം പറഞ്ഞു. ഇതൊക്കെ കൊണ്ട് പാവങ്ങൾ കൊടുത്താൽ പോരെ? ശരിയാ. മറ്റൊരു കൂട്ടരുണ്ട്, എന്തെങ്കിലും നന്മ ചെയ്താൽ പറയും ഇതൊന്നും വേണ്ടായിരുന്നു, സഭയ്ക്കകത്ത് AC വാങ്ങിച്ചു വെക്കണോ? വാങ്ങിച്ചു വെച്ചു. ഞാൻ പറയും AC ഒന്നും വാങ്ങിച്ചു വെക്കേണ്ട, ഇതെല്ലാം വിറ്റ് പാവം കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ പഠിപ്പിക്കത്തില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സ്കൂളുകൾ പണിയണതെല്ലാം വേണം. ആവശ്യമുള്ള സ്ഥലം നമ്മൾ വേണം, വേണ്ടെന്നല്ല. പുള്ളി എന്താ ഇങ്ങനെ പഠിപ്പിക്കുന്നതായിരിക്കും, ആദ്യം പറഞ്ഞതൊക്കെ ഇതൊന്നും ശരിയല്ല എന്നല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കാലാവസ്ഥ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആരാധനാലയത്തെ ഭംഗിയാക്കണം. അവിടെ AC വേണം, AC വെക്കണം. ഫാൻ വേണേൽ ഫാൻ വേണം. നമുക്ക് വരുന്ന മാറ്റം അനുസരിച്ച് നമ്മുടെ ആരാധനാലയം എല്ലാ പണ്ട് കിടന്ന പോലെ ഓലക്കീറിലിരുന്ന് പൊടിക്കകത്തിരുന്ന് ആരാധിക്കുന്നല്ല പഠിപ്പിക്കുന്നത്. പണ്ട് മുണ്ടുടുത്ത് നടന്നു വരുന്ന പാൻറ്റിടുന്നില്ലേ? പണ്ട് നടന്നു വരുന്ന കാറേ പോകുന്നില്ലേ? എല്ലാത്തിനും മാറ്റം വന്നില്ലേ? മാറ്റം വന്നല്ലോ. മാറ്റം വന്നപ്പോൾ നമ്മുടെ ആരാധന സ്ഥലത്തിന് മാറ്റം വരട്ടെ, അനുഗ്രഹമാണ്, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ 1.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് മനോഹരമായ ഓഡിറ്റോറിയം, നല്ല കാര്യങ്ങളൊക്കെ പണിയണമെന്ന് ആഗ്രഹിക്കുന്നത്. സന്തോഷമുള്ള കാര്യം എനിക്ക്. അപ്പം അതെല്ലാം വിറ്റ് കർത്താവിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അങ്ങനെയല്ല. കഥ വന്നിരുന്ന പറഞ്ഞറിയാവോ? അത് എൻ്റെ സംസ്കാരത്തിനോട്ട്, നീ അതേക്കുറിച്ച് ഭാരപ്പെടുകയൊന്നും വേണ്ട, ദരിദ്രന്മാർ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ അടുക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ വാക്യം ഉള്ളത് കൊണ്ട് ഇവിടെ ആരെല്ലാം എന്തെല്ലാം പദ്ധതി ഉണ്ടാക്കിയാലും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ പറ്റത്തില്ല. എത്ര സമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, കഥാവിന് ദരിദ്രന്മാർ നിങ്ങൾക്ക് എപ്പോഴും അടുക്കളുണ്ട്, എപ്പോഴും നിങ്ങളുടെ അടുക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ലോകത്തുനിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കാമെന്ന് ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കത്തില്ല. കഥ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദരിദ്രന്മാർ ഞങ്ങൾക്ക് എപ്പോഴും അടുക്കളുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദാരിദ്ര്യമുള്ളവരെ എന്ത് ചെയ്യും ഇവിടെ വെച്ചിട്ടുണ്ട്, സമ്പന്നന്മാരെയും വെച്ചിട്ടുണ്ട്. കാരണം എങ്കിലല്ലേ കൊടുക്കാൻ പറ്റുകയുള്ളൂ, എങ്കിലല്ലേ സഹായിക്കാൻ പറ്റുകയുള്ളൂ, എങ്കിലല്ലേ ദൈവത്തിന് അത് പ്രവൃത്തിയിൽ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് ഇതെല്ലാ വിഭാഗത്തിലുള്ളവരും വേണ്ടേ, പണി ചെയ്യുന്നവർ വേണ്ടേ, ഡോക്ടർമാർ വേണ്ടേ, നേഴ്സുമാർ വേണ്ടേ, അറ്റൻഡർ വേണ്ടേ, എല്ലാം ഉണ്ടെങ്കിൽ ലോകം ചലിക്കത്തുള്ളൂ. ധനവാൻ വേണ്ടേ, വേണം, എങ്കിലല്ലേ പൈസ അതിന് വിനിയോഗിക്കുകയുള്ളൂ, എങ്കിലല്ലേ മറ്റുള്ളവർക്ക് ജോലി കിട്ടത്തത്. ഇതെല്ലാം സിസ്റ്റമാ, വേണം, ഇതെല്ലാം ആവശ്യമാണ്. എല്ലാവരും പണക്കാരായി കഴിഞ്ഞാൽ, എല്ലാവരും ദരിദ്രരായി കഴിഞ്ഞാൽ സമൂഹം മുമ്പോട്ട് പോകത്തില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞ ജീവിത സാമൂഹികത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വേണം. അത് ഗവൺമെൻറ്റിൻ്റെ നിശ്ചയമായിരിക്കണം. ഇന്ന് ബേസിക് ആയിട്ടുള്ള കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളായിരിക്കണം. ഞാനതിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ ദാരിദ്ര്യം തുടച്ചു നീക്കി സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഒരു നിമിഷം മതി ദാരിദ്ര്യം വരാനായിട്ട്. അധികം ദിവസമൊന്നും വേണ്ട ദാരിദ്ര്യം വരാൻ വേണ്ടി, അധികം സമയമൊന്നും വേണ്ട. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഭക്ഷ്യമൊക്കെ ഉള്ള സമയത്ത് എന്താ ദാരിദ്ര്യം എന്ന്. നമുക്കറിയാമല്ലോ, കോവിഡ് സമയത്തൊക്കെ വന്ന ബുദ്ധിമുട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ദാരിദ്ര്യം വരാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ദരിദ്രൻ അവൻ മരിച്ചപ്പോൾ അവന്റെ ആത്മാവിനെ അപ്പോൾ തന്നെ ദൂതന്മാർ അവിടെ രംഗത്തെത്തി. പിന്നെ എന്നാൽ ദൂതന്മാർക്ക് കൊണ്ട് ആഹാരം കൊടുക്കാൻ വയ്യായിരുന്നു. അത് ദൈവം അവന് വിധിച്ചിരുന്നതാണ്. നീ ഇങ്ങനെ കിടന്നോ ലാസറേ, നീ ഈ ആഗ്രഹത്തോടെയൊക്കെ മരിച്ചെങ്കിലും നിന്റെ ആഗ്രഹത്തെ സബലീകരിക്കാൻ പോകുക. നീ ഇനി ഒരിക്കലും വിഷമിക്കാത്ത, നീ നിന്റെ വയറൊന്ന് നിറയ്ക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന നിന്റെ ആഗ്രഹത്തെ സാധിക്കാതെ പോയിട്ടാണ് നീ മരിക്കുന്നത്. അല്പം വെള്ളമെങ്കിലും ഇറക്കിയിട്ടൊന്ന് മരിക്കാമെന്ന് വിചാരിച്ച് നിനക്ക് വെള്ളം കിട്ടിയിട്ടില്ല. നീ ജീവനോടുന്നപ്പോൾ ആരും നിന്നെ നോക്കിയിട്ടില്ല. മരിക്കുന്ന സമയത്തും നിന്റെ വയറ് കാലിയാണെന്ന് യേശുവിനറിയാം. നിനക്കൊരിറ്റു വെള്ളം തരാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, ലാസറേ, ഇത് നിന്റെ അവസാനത്തെ ദാരിദ്ര്യമാണ്, നിന്റെ അവസാനത്തെ ദാഹമാണ്. നീ ഇനി പ്രവേശിക്കാൻ പോകുന്നത് സമൃദ്ധിയിലേക്കാണ്. ദാഹമില്ലാത്ത, ദുഃഖമില്ലാത്ത, വ്രണമില്ലാത്ത, രോഗങ്ങളില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്വസ്ഥതയിലേക്കാണ് നീ പ്രവേശിക്കുന്നത്. രാത്രിയിൽ ഞാൻ ഈ സന്ദേശം വീണ്ടും എടുക്കുന്നതായിരിക്കും. മുഴുവൻ പൂർത്തീകരിക്കണമല്ലോ. ഞാനത് എടുക്കുമ്പോൾ വീണ്ടും ആവർത്തിക്കാം. രാത്രി ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയാ ഈ ദരിദ്രൻ മരിച്ചത്? അവൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, ഒരു നല്ല ആഹാരം കഴിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, നല്ലൊരു വസ്ത്രം ധരിച്ച് എല്ലാവരും പോകുമ്പോൾ വിചാരിച്ചിട്ട് എനിക്കൊരു വസ്ത്രം ധരിച്ചാൽ കൊള്ളാമായിരുന്നു.
അന്ന് പിന്നെ കാറുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. കുതിരവണ്ടിയിലൊക്കെ പോകുമ്പോൾ വിചാരിച്ചു കാണും എനിക്കിങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ചു കാണും. ഇന്നും പലരും പലതിലൊക്കെ പോകുമ്പോൾ പലരും കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി പറയും, എൻ്റെ മക്കൾക്കൊരു നല്ല ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്കും സ്കൂളിൽ കടന്നു പോകുവാൻ നല്ല വസ്ത്രം ഉണ്ടായിരുന്നു നന്നായിരുന്നു എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആ ദരിദ്രൻ. പലതും ആഗ്രഹിച്ചു. എനിക്ക് അല്പം ഒരു ആഹാരം കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് നല്ലൊരു വെള്ളം ഒന്ന് കുടിക്കാൻ ആവശ്യത്തിൽ കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ വ്രണം ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ രോഗമൊന്ന് മാറിക്കിട്ടി, എൻ്റെ വേദന ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ, വല്ലാതെ അവൻ ആഗ്രഹിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ഒന്നും ലഭിക്കാതെ അവൻ്റെ ആഗ്രഹങ്ങളോട് കൂടെ ആണ് അവൻ കണ്ണടച്ചത്. പക്ഷേ അവൻ കണ്ണടച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലും നാം ജീവിക്കുന്നതിനേക്കാൾ നാം കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ ഉന്നതമായിരിക്കുന്ന ഒരു സ്വസ്ഥതയിലേക്കാണോ നാം ഒരുക്കപ്പെടുന്നത്, അതോ ധനവാൻ പോയ സ്ഥലം പോലുള്ള നിരാശയുടെയും അദാരിദ്ര്യത്തിൻ്റെയും വിശപ്പിൻ്റെയും യാതനാ സ്ഥലത്തേക്കാണോ പോകുന്നത്? രാത്രിയിൽ തീരുമാനമെടുക്കാനുള്ള സമയമാണ്. രാത്രി ദൈവാത്മാവ് നമ്മളോട് സമ്പാദിക്കുക, ദൈവത്തിനാത്മാവ് നമ്മോട് ഇടപെടുക. ആ ദരിദ്രൻ മരിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു. ഒരു നേരത്തെ നല്ല ആഹാരം കഴിച്ചിരുന്നെങ്കിൽ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ, ഒരു നല്ല ചായ കുടിച്ചിരുന്നെങ്കിൽ, നല്ലൊരു വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ രോഗമൊന്ന് മാറിയിരുന്നെങ്കിൽ, എൻ്റെ വ്രണമൊന്ന് മാറിയിരുന്നെങ്കിൽ, ഈ എൻ്റെ വ്രണം നക്കുന്ന പട്ടിയെ ഓടിച്ചൂടാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ഉടമസ്ഥർ കൊണ്ടുപോയിരുന്നെങ്കിൽ, അതൊക്കെ അവൻ ആഗ്രഹിച്ചതാണ്. മരിച്ചപ്പോൾ അപ്പോഴാണ് അവൻ യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്താണെന്ന് മനസ്സിലാക്കിയത്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നാം ഈ ജീവിക്കുന്ന ജീവിതത്തിന് യഥാർത്ഥമായ സൗഭാഗ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഈ ജീവൻ ഇവിടെ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോഴാണ്. എന്നാൽ നാം ദൈവത്തെ അറിയാതെ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ അഹങ്കാരികളായിട്ടാ വിടുന്നെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് വലിയ വലിയ തീരാത്ത എന്നേക്കുമുള്ള പ്രതിസന്ധിയിലേക്കാണ് വീഴുന്നത്. അവൻ ചെന്ന് വീണത് യാതനാ സ്ഥലത്താണ്. ദാഹം തുടങ്ങി, വിശപ്പ് തുടങ്ങി, ആഗ്രഹങ്ങൾ തുടങ്ങി. പക്ഷേ ഒരിക്കലും സാധിക്കാത്ത ആഗ്രഹങ്ങളായി തീരുമ്പോൾ രാത്രിയിൽ ജീവയാത്ര മേലോട്ട് നയിച്ച ആ വ്യക്തി ഇവിടുന്ന് പോയപ്പോൾ എല്ലാം ആഗ്രഹത്തോടെയാണ് ഞാൻ മരിച്ചത്. എനിക്കത് ലഭിച്ചതെങ്കിൽ ലഭിച്ച കർത്താവ് എഴുതി വെച്ചു, എല്ലാം മനസ്സിലാക്കി വെച്ചു. അവൻ്റെ ആഗ്രഹത്തെ മനസ്സിലാക്കി അവൻ കണ്ണടച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ആഗ്രഹങ്ങളെ എന്നേക്കുമായിട്ട് ഞാൻ പരിഹരിക്കാൻ പോകുകയാണ്. ഒരു കേവലമായിട്ടുള്ള നമ്മുടെ ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില വർഷങ്ങളിലുള്ള തൃപ്തിയല്ല. അത് കിട്ടിയില്ലെങ്കിലും രാത്രി ദൈവാത്മാ പറയുക, നാം ഈ ജീവിതം വിടുമ്പോൾ നാം കാണേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയും സമാധാനമായിരിക്കും. അതിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നു. അത് പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ ഉള്ളതല്ല. ഏത് നിലവാരത്തിലുള്ള ദൈവത്തിന് ആഗ്രഹമാണ്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാറ്റിനായി സ്തോത്രം ചെയ്യാം. ദൈവം തന്നിരിക്കുന്ന സകല നന്മകൾക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നിരിക്കുന്ന ഒക്കെ നന്മ അതുകൊണ്ടെല്ലാം വലിച്ചെറിഞ്ഞ് കളയണമെന്നല്ല. സ്വർഗത്തിൽ ധനവാൻ പണമുള്ളവർ പോകത്തില്ലെന്നല്ല. അതിനെ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. നമുക്കത് ലഭിക്കുമ്പോൾ, ധാരാളമായി നൽകുമ്പോൾ ഇല്ലായ്മ അനുഭവിക്കുന്നവരെ ഓർക്കണമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ ലേഖനം വായിച്ചാൽ മതി. നിങ്ങൾക്കുണ്ടെങ്കിൽ കഥാ പറഞ്ഞു, ഉണ്ടെങ്കിൽ കൊടുക്കുക. എന്താ പറഞ്ഞത്? ഉള്ളവന് കൊടുത്താൽ അത് ആർക്കാ കൊടുക്കേണ്ടത്? അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ദൈവാത്മാവ് പറയും. ഈ ദരിദ്രൻ അവിടെ കിടന്നത് ധനവാന്റെ വീടിൻ്റെ അടുത്താണ് കിടന്നത്. അവന് ഒരു നേരത്തെ ആഹാരം അവന് കൊടുത്തില്ല, അവനെ തിരിഞ്ഞു നോക്കിയില്ല. രാത്രിയിൽ നമ്മുടെ മനോഭാവം മാറട്ടെ. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. അതെ, ആഹാരമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നാം ആരും അറിയാതെ അവരെ സഹായിക്കുവാനും
കടപ്പെട്ടവരാണ് എന്നുള്ള ദൂത് അറിയിച്ചുകൊണ്ട് ദൈവസഭകളിൽ ദിവസങ്ങളിൽ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ, നമുക്ക് ജീവിപ്പാൻ ദൈവരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആരെങ്കിലും വല്ലാത്ത പ്രതിസന്ധിയിൽ ആയിരിക്കുന്നെങ്കിൽ അവരെ ദൈവത്തിൻ്റെ ആത്മാവ് ദിവസങ്ങളിൽ വിടിവിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ മരിച്ച് ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത് ഇല്ലായ്മകളുടെ സ്ഥലത്തേക്കല്ല, സമൃദ്ധിയുടെ സ്ഥലത്തേക്ക് പോകുവാൻ, ദൈവം ഒരുക്കിയിരിക്കുന്ന സമൃദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ, ആനുഗ്രഹിക സമൃദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് താഴ്മയുള്ളവരായി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും ദൈവം അറിയപ്പെട്ടാട്ടെ. ദൈവം വെച്ചാൽ വീണ്ടും ഞാൻ ഈ ഭാഗം എടുക്കുന്നതായിരിക്കും. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ജീവിതത്തിൻ്റെ വീക്ഷണങ്ങളെക്കുറിച്ച് ദൈവാത്മാവ് കൂടുതലായി കാര്യങ്ങളെ വെളിപ്പെടുത്തരും. നമുക്ക് ദിവസങ്ങളിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവോളം സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വചനപഠനത്തിന് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.